Rachel George, Reverend Benjamin George, Miss Annie Thomas Principal, കുഞ്ഞമ്മ ഫിലിപ്പ്, അതുകൂടാതെ സദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന അച്ഛന്മാർ, കൊച്ചമ്മമാർ, ബാക്കി എല്ലാ ആൻറ്റിമാർ, ചെറിയ കുട്ടികൾ, സുഹൃത്തുക്കൾ, എൻ്റെ ബന്ധുക്കളുണ്ട്, എൻ്റെ മാവിയും മാവനുമുണ്ട്, എല്ലാവരോടുമുള്ള എൻ്റെ സ്നേഹവന്ദനം. ഇവിടെ ഒരു വളരെ പ്രൊഫഷണലായുള്ളൊരു മാർഗം കളി കഴിഞ്ഞിട്ട് ഇരിക്കുമ്പോൾ വീണ്ടും ഒരു സംസാരത്തിലേക്ക് വരുന്നതിലൊരു മടുപ്പുണ്ടോ എന്നറിയില്ല. പക്ഷെ എന്നാലും മാർഗം കളി ചെയ്ത ടീമിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. വളരെ പ്രൊഫഷണലായിട്ടാണ് അവരത് ചെയ്തത്. എനിക്കതിൽ വളരെ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് വെച്ചാൽ അവരുടെ തോട, നിങ്ങൾ അവിടെ വരെ കണ്ടോ എന്നറിയില്ല. ഇപ്പം നമ്മൾ കാണാത്തൊരു കാര്യം, തോടയും അതിൽ കുത്തിയിട്ട് ബ്രോച്ച്, പണ്ടത്തെ കാലത്ത് നമ്മൾ സ്ഥിരമായി വരുന്ന അമ്മച്ചിമാർ അമ്മമ്മമാരൊക്കെ ചെയ്യുന്ന ഒരു ഇതായിരുന്നു. ഇപ്പം നമുക്കത് നഷ്ടപ്പെട്ടു. ഈ ഒരു അവസരത്തിൽ മാർത്തോമാ സുവിശേഷ സേവ്യാ സംഘവും കാണ്ടമ്മ മെമ്മോറിയൽ സ്റ്റഡി ആൻഡ് റിസർച്ച് സെൻറ്ററും സംയുക്തമായി എല്ലാ വർഷവും സംഘടിപ്പിക്കുന്ന ഈ ഒരു കാണ്ടമ്മ വർഗീസ് മെമ്മോറിയൽ ലെക്ചർ എന്ന വളരെ പ്രൗഡായിട്ടുള്ള ഈ ഒരു ലെക്ചറിന് 23rd ആണിത്. എന്നെ ക്ഷണിച്ചതിൽ ഞാൻ പ്രത്യേകിച്ച് തിരുമേനിയോട് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് എന്നെ കഴിഞ്ഞ ഏപ്രിലാണ്, കഴിഞ്ഞ 2 മാസം മുന്നെയാണ് റേച്ചൽ ജോർജ് കൊച്ചമ്മ വിളിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് എന്നെ തന്നെയാണോ ഉദ്ദേശിക്കുന്നത് എന്ന് ഞാനൊന്ന് അതിശയിക്കുകയുണ്ടായി. കാരണം കാണ്ടമ്മ വർഗീസിനെ പറ്റി സൺഡേ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ നിക്കോൾസണിലാണ് 6 വർഷം പഠിച്ചത്. അപ്പോൾ അങ്ങനെ കാണ്ടമ്മ വർഗീസിനെ പറ്റി അറിയാം. പക്ഷേ അന്ന് 15-16 വയസ്സായിരുന്ന ഞാൻ ഇപ്പോൾ 30 വർഷങ്ങൾക്ക് ശേഷം, ഇപ്പോൾ എൻ്റെ പ്രായം എത്രയെന്ന് മനസ്സിലായിക്കൊണ്ടല്ലോ, 30 വർഷങ്ങൾക്ക് ശേഷം ഇവിടെ വന്ന് നിൽക്കുമ്പോൾ അന്ന് കണ്ട കാണ്ടമ്മ വർഗീസിനെ അല്ല ഞാനിപ്പോൾ കാണുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ്, ഞാൻ എങ്ങനെയാണ് കാണ്ടമ്മ വർഗീസിനെ കാണേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത്രയും വലിയൊരു ജനസമൂഹത്തോട് സംസാരിക്കേണ്ടത് എന്നുള്ളത് വളരെ സംശയത്തിലായിരുന്നു ഞാൻ കരുതിയിരുന്നത്. ഞാൻ തിരുമേനി എടുത്ത് ചോദിക്കുകയായിരുന്നു, ഇത്രയും വലിയ ആൾക്കൂട്ടം സാധാരണ ഉണ്ടാവാറുണ്ടോ? അപ്പോൾ തിരുമേനി എല്ലാ വർഷവും വളരെ എന്തൂസിയാസ്റ്റിക്കായിട്ടാണ് എല്ലാവരും വരാറ്, പല സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ്, എൻ്റെ അമ്മ ഇതുപോലെ ഒരു മീറ്റിങ്ങിന് വരുന്നതിന് മുമ്പ് 2 ദിവസം മുമ്പ് തന്നെ അരി എപ്പോൾ അരച്ച് വെക്കണം, ഏത് സാരി ഉടുക്കണം, എന്ത് പ്ലാൻ ചെയ്യണം, വീട്ടിലുള്ള പെറ്റ്സിനെയൊക്കെ എന്ത് ചെയ്യണം എന്നൊക്കെ പ്ലാൻ ചെയ്യാറുണ്ട്. അതേപോലെ ഞാൻ വിചാരിക്കണം, ഇത്രയും ദൂരെ നിന്ന് തിരുവല്ല പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുമ്പോൾ നിങ്ങൾ വീട്ടിൽ എന്തൊക്കെ അറേഞ്ച് ചെയ്തിട്ടായിരിക്കും ഇവിടെ വന്നത് എന്ന് ഞാൻ ആലോചിക്കുകയാണ്. പക്ഷെ എന്തായാലും ഇത്രയും പേര് ഇവിടെ കൂടി വന്നതിലും നിങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് കാണാൻ കഴിഞ്ഞതിലും എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കുറച്ച് കാര്യങ്ങൾ പറഞ്ഞോട്ടെ. ഞാനിവിടെ നിൽക്കുന്നത് എൻ്റെ അപ്പയും അമ്മയും എൻ്റെ സൺഡേ സ്കൂളും എൻ്റെ സഭയും ഒക്കെ പഠിപ്പിച്ചിട്ടുള്ള, അല്ലെങ്കിൽ വിത്ത് പാകിയിട്ടുള്ള വായനയുടെ ശീലം, അല്ലെങ്കിൽ സാമൂഹ്യ വീക്ഷണം, ദൈവവചനം, ഇതെല്ലാം തന്നെ ഇതിൻ്റെ ഒരു അടിസ്ഥാനമാണെന്ന് ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ. തിരുമേനി പറഞ്ഞതിലുള്ള കുറേ കാര്യങ്ങൾ എൻ്റെ സംസാരത്തിലും വരുന്നുണ്ട്. പക്ഷേ ഞാൻ ഇത്രയും കാലം പഠിപ്പിച്ചതും എഴുതിയിരിക്കുന്നതുമായ കാര്യങ്ങളുടെ പശ്ചാത്തലത്തിലൂടെയാണ് ഞാനിതിനെ കാണാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതിൽ സൈക്കോളജി കടന്നു വന്നേക്കാം, കുറച്ച് തിയോളജിയോ എക്സിസ്റ്റൻഷ്യലിസമോ ഫെമിനിസ്റ്റ് പഠനങ്ങൾ വന്നിരിക്കാം, ചിലപ്പോൾ ചില രാഷ്ട്രീയങ്ങളും ഒക്കെ കടന്നു വന്നിരിക്കാം. അപ്പം എത്രമാത്രം എനിക്കിതിനെ നിങ്ങളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. എന്നാലും ചില ചിന്തകൾ ഞാൻ പങ്കുവെച്ചുകൊള്ളട്ടെ. എന്തുകൊണ്ടാണ് കാണ്ടമ്മ വർഗീസിനെ 2025 ജൂണിൽ നമ്മൾ ആലോചിക്കേണ്ടത്? 23ാമത്തെ പ്രാവശ്യമാണ് നമ്മളൊരു സേവിക സംഘമായിട്ട്, അല്ലെങ്കിൽ ഒരു വലിയൊരു ഗ്യാതറിങ് ഓഫ് വിമൻ ആയിട്ട് നമ്മൾ ഈ കാണ്ടമ്മ വർഗീസിനെ ആചരിക്കുന്നത്. എന്തുകൊണ്ടാണ് എല്ലാ വർഷവും നമ്മൾ കാണ്ടമ്മ വർഗീസിനെ ആലോചിക്കേണ്ടത്? എന്തെങ്കിലും സാമൂഹ്യ പ്രസക്തി ഈ വിധവയായ, ഈ അമ്മയായ, ഇത്രയും പ്രായമുള്ള ഈ അമ്മച്ചിക്ക് ഉണ്ടോ? എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ആലോചിക്കേണ്ടത്? നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് സ്ത്രീകളായിട്ടുള്ള സോഷ്യൽ ആക്ടിവിസ്റ്റുകളുണ്ട്, അല്ലേ? സാമൂഹ്യ പരിഷ്കർത്താക്കളുണ്ട്. നമ്മുടെ സഭയിൽ തന്നെ നമുക്ക് നോക്കുവാണെങ്കിൽ പലതരത്തിലുള്ള സ്ത്രീകളെ കാണാൻ കഴിയും. ഇപ്പം കുറച്ച് മുന്നേ അനി മാഡം സംസാരിക്കുകയായിരുന്നു. നമുക്ക് വളരെ മുമ്പ് പല ലീഡേഴ്സ് ഉണ്ട്. പക്ഷേ അതിൽ നിന്നും എന്തുകൊണ്ടാണ് കാണ്ടമ്മ വർഗീസിനും മാത്രം ഒരു റിസർച്ച് സെൻറ്റർ ഉണ്ടാവുന്നതും, എന്തുകൊണ്ടാണ് അവരെ നമ്മളെ ഓരോ വർഷവും വളരെ ഫോമലായിട്ട്, ഔദ്യോഗികമായിട്ടും ആലോചിക്കുന്നത്? അതിൻ്റെ ഒരു പ്രസക്തിയെപ്പറ്റി ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, ഓരോ വർഷവും നമ്മൾ കാണ്ടമ്മ വർഗീസിൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ പുതിയ പുതിയ ചിന്തകളും പുതിയ പുതിയ പ്രസക്തമായ ആലോചനകളോ അല്ലെങ്കിൽ പ്രവർത്തനത്തിന് സഹായിക്കുന്ന തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ കാണ്ടമ്മ വർഗീസിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ചിന്തയിൽ ഞാൻ
പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് 2 ഭാഗങ്ങളാണ്. ഒന്ന്, കാണ്ടമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീയെക്കുറിച്ചുള്ള ആലോചനകൾ. അവർ ഒരു മകളായിരുന്നു, അതിനെപ്പറ്റി നമുക്ക് ഹിസ്റ്ററി ഒന്നുമില്ല. അമ്മയായിരുന്നു, അമ്മ എന്താണെന്ന് അവരെങ്ങനെയുള്ള അമ്മയായിരുന്നു പോലും അറിയില്ല. ആകെ നമുക്കൊരു സെൻറ്റൻസ് മാത്രമേ ഉള്ളൂ, നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങിക്കോളൂ, ദൈവവചനത്തിന് വേണ്ടി ഇറങ്ങിക്കോളൂ, ഞാൻ മക്കളെ നോക്കിക്കോളാം എന്ന് പറയുന്ന ഒരു ദൈവവിളി എന്ന് മാത്രമേ അതിനെപ്പറ്റി പറയുന്നുള്ളൂ. പിന്നീടാണ് ഇവരുടെ 3 മക്കളും എന്തായി ആരായി എന്നുള്ളതിനെ പറ്റിയുള്ള എന്തെങ്കിലും രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അവർ അമ്മയായി എങ്ങനെയായിരുന്നു നമുക്കറിയില്ല. 20-ാം വയസ്സിലാണ് അവർ വിവാഹം കഴിച്ചത്, 30-ാം വയസ്സിലാണ് അവർ വിധവയാകുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള ഇവർ ഭാര്യയായിരുന്നത് എങ്ങനെയാണ്, മകളായിരുന്നത് എങ്ങനെയാണ്, അമ്മയായിരുന്നത് എങ്ങനെയാണ്, അമ്മായിയമ്മയായിരുന്നത് എങ്ങനെയാണ്, ഇതൊന്നും നമുക്ക് അറിയില്ല. നമുക്കറിയാവുന്ന കാണ്ടമ്മ വർഗീസ് എന്ന് പറയുന്നത് ഒരു സേവിക സംഘം സ്ഥാപിച്ച അല്ലെങ്കിൽ ഒരു സാമൂഹ്യ പരിഷ്കർത്താവായ ഒരാളാണെന്നാണ്. അപ്പോൾ നമുക്ക് കാണ്ടമ്മ വർഗീസിനെ 2ആയിട്ട് വിഭജിക്കാം. ഒന്ന്, ഒരു സ്ത്രീ എന്ന രീതിയിലും, മറ്റൊന്ന് ഒരു സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിച്ച ഒരു വ്യക്തി എന്ന രീതിയിലും. കാണ്ടമ്മ വർഗീസിലോട്ട് കടക്കുന്നതിന് മുൻപ് ഞാൻ മനഃശാസ്ത്രത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ മനസ്സിനെയും മാനസിക പ്രക്രിയകളെയും മനസ്സിലാക്കാനായിട്ട് ഒരുപാട് തരത്തിലുള്ള സിദ്ധാന്തങ്ങൾ ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. മനസ്സ് അങ്ങനെയും വിചാരിക്കാം, ഇങ്ങനെയും വിചാരിക്കാം, മനസ്സ് അബോധമാണെന്ന് പറയുന്നു, അതല്ല മനസ്സ് പെരുമാറ്റത്തിലൂടെ മനസ്സിലാക്കാമെന്ന് പറയുന്നു. നമ്മൾ അതിലോട്ടൊന്നും കടക്കുന്നില്ല. ഇതിലേറ്റവും പ്രസക്തമായി എനിക്ക് മനസ്സിലായത് വിക്ടർ ഫ്രാങ്കിൾ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സ്ട്രേഞ്ച് ആയിട്ട് തോന്നുമായിരിക്കും. വിക്ടർ ഫ്രാങ്കിൾ എന്നാണ് അയാളുടെ പേര്. അപ്പോൾ ഇയാളാണ് എക്സിസ്റ്റൻഷ്യലിസം എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം കൊണ്ടുവന്നത്. പേര് കേൾക്കുമ്പോൾ ഞെട്ടണ്ട, കാര്യം വളരെ സിമ്പിളാണ്. അദ്ദേഹം ഈ സിദ്ധാന്തത്തിലൂടെ പറയുന്നത് എങ്ങനെയാണ് മനുഷ്യർ ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടെത്തുന്നത് എന്നുള്ളതാണ്. എങ്ങനെയാണ് നമുക്ക് ജീവിതത്തിന് അർത്ഥമുണ്ടോ, ജീവിതത്തിന് അർത്ഥം നമ്മൾ കണ്ടെത്തേണ്ടതാണോ, അതോ നമുക്കിങ്ങനെ കിട്ടുന്നതാണോ, അതോ നമ്മൾ അന്വേഷിച്ച് കഷ്ടപ്പെട്ട് നേടേണ്ടതാണോ എന്നുള്ളത്. അപ്പോൾ ഈ വിക്ടർ ഫ്രാങ്കിളിൻ്റെ ജീവിതത്തിലൂടെ അദ്ദേഹം വളരെ പ്രശസ്തമായൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, എ മാൻ സെർച്ച് ഫോർ മീനിങ് എന്നുള്ളതാണ്. അതിൻ്റെ മലയാള പരിഭാഷയും നമുക്ക് ലഭ്യമാണ്. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ആ പുസ്തകം വായിക്കാൻ കിട്ടുമെങ്കിൽ വളരെ പെയിൻഫുള്ളാണ് ആ പുസ്തകം വായിച്ചു തീർക്കുക. വളരെ ചെറിയൊരു പുസ്തകമാണെങ്കിലും വളരെ പെയിൻഫുള്ളാണ്. ഇദ്ദേഹം നാസികളുടെ തടവറയിൽ 3 വർഷത്തോളം കഴിഞ്ഞൊരാളാണ്. 1930കളിലാണ് ഈ സംഭവം. അപ്പോൾ ഈ നാസി നിങ്ങൾക്കറിയാമല്ലോ, ഹിറ്റ്ലറിൻ്റെ തടവറ എന്ന് പറയുന്നത് അത്ര സുഖകരമായ കാര്യമായിരുന്നില്ല. അവിടെ അതിക്രൂരമായ പീഡനങ്ങളുണ്ടായിരുന്നു, ഗ്യാസ് ചേംബർ ഉണ്ടായിരുന്നു. വളരെ അവർക്ക് സമാധാനവും സന്തോഷവുമായിട്ടിരിക്കുന്ന ഒരു നിമിഷം പോലും അവിടെ ഉണ്ടായിരുന്നില്ല. പട്ടിണി ഉണ്ടായിരുന്നു, ടൈഫസ് രോഗങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഒരു സൈക്കോളജിസ്റ്റും ന്യൂറോളജിസ്റ്റുമായിരുന്ന വിക്ടർ ഫ്രാങ്കിളിൻ്റെ മനസ്സ് മുഴുവൻ എങ്ങനെയാണ് എനിക്ക് ഈ കഷ്ടത അതിജീവിക്കാൻ കഴിയുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഇദ്ദേഹം ചുറ്റും നോക്കുമ്പോഴേക്കും സഹതടവുകാർ പലരും മരിച്ചു വീഴുകയാണ്, അവർക്ക് ജീവിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അദ്ദേഹം വളരെ കൗതുകകരമായി നോക്കുമ്പോൾ ഇവരൊക്കെ എല്ലും തോലുമായിട്ടുണ്ട്, ഇവർക്ക് അതികഠിനമായ ശൈത്യത്തെയും ഒന്നും അതിജീവിക്കാൻ കഴിയുന്നില്ല, അവർ വളരെ ബുദ്ധിമുട്ടിക്കൂടെ കടന്നു പോവാണ്. അപ്പോൾ അദ്ദേഹം കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ ജീവിതത്തിൽ നമുക്ക് ആഹാരമോ വസ്ത്രങ്ങളോ അങ്ങനെ മറ്റെന്ത് സുഖസൗകര്യങ്ങളോ ഉണ്ടായാൽ തന്നെയും ജീവിതത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടാൽ, ആശ നഷ്ടപ്പെട്ടാൽ ഏതാണ്ട് നമ്മൾ മരിച്ച പോലെയാണ്, മരണത്തോടടുത്താണ് എന്നുള്ളതാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ചോദ്യം മുഴുവൻ എന്തുകൊണ്ട് ആളുകൾ മരിക്കുന്നു എന്നുള്ളതല്ല, എന്തുകൊണ്ട് ആളുകൾ അതിജീവിക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് നമുക്ക് 3 തരത്തിൽ ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടെത്താം എന്നുള്ളത്. അപ്പോൾ ഇത് വിക്ടർ ഫ്രാങ്കിളിൻ്റെ സിദ്ധാന്തമാണ്. ഒന്നാമത്തെ അർത്ഥം കണ്ടെത്തുന്ന രീതിയാണ് നമ്മുടെ തൊഴിലിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രവർത്തനത്തിൽ ഉൾപ്പെട്ടുകൊണ്ട് നമുക്ക് ജീവിതത്തെ അർത്ഥപൂർണമാക്കി തീർക്കാം. നമുക്കറിയാമല്ലോ, ഇപ്പം നമ്മൾ നോബൽ പ്രൈസ് കിട്ടുന്ന ആളുകളുണ്ടല്ലേ, അവരുടെ ജീവിതകാലം മുഴുവൻ ആ ഒരു ചെറിയൊരു ആറ്റത്തിൻ്റെയോ അല്ലെങ്കിൽ പരിസ്ഥിതിക്ക് സഹായകമായ എന്തിൻ്റെയോ ഒക്കെ കണ്ടുപിടുത്തത്തിന് വേണ്ടിയാണ് അവർ ചെലവഴിച്ചത്. അല്ലെങ്കിൽ നമുക്കറിയാം മദർ തെരേസ പോലെയുള്ള സോഷ്യൽ ആക്ടിവിസ്റ്റുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്കറിയാം കലാകായിക മേഖലകളിൽ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുക, ജീവിതകാലം മുഴുവനും അവരത് മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അതൊരു തരത്തിലുള്ള അർത്ഥം കണ്ടെത്തലാണ്. രണ്ടാമത്തെ തരം എന്ന് വെച്ചാൽ നമുക്ക് സ്നേഹത്തിലൂടെ, മറ്റൊരാളെ സ്നേഹിക്കുന്നതിലൂടെ, അല്ലെങ്കിൽ നമുക്ക് വേറൊരാളെ സംരക്ഷിക്കുന്നതിലൂടെ. നമുക്കറിയാം കേരള സമൂഹത്തിൽ പൊതുവെ പേരൻസ് എന്ന് പറയുമ്പോൾ അല്ലേ, നമ്മൾ മുഴുവനും നമ്മൾ കുട്ടികൾക്ക് വേണ്ടി ജീവിക്കുന്നു, കുട്ടികൾക്ക് വേണ്ടി കൊടുക്കുന്നു, അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടി നിൽക്കുന്നു എന്ന തരത്തിൽ നമ്മൾ
പറയാറുണ്ട് അല്ലേ? അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ സ്നേഹത്തിലൂടെ അല്ലെങ്കിൽ നമ്മുടെ മുഴുവനും കൊടുത്തുകൊണ്ട് നമ്മൾ വേറൊരാൾക്ക് വേണ്ടി നിൽക്കുന്നു, വേറൊരാളുടെ സൗഖ്യത്തിനും സമാധാനത്തിനും വേണ്ടി നിൽക്കുന്നു. അപ്പോൾ ഇതും നമ്മൾ വേറൊരു തരത്തിലുള്ള ഒരു അർത്ഥം കണ്ടെത്തലാണ്. നമുക്കറിയാമല്ലോ, പല പ്രണയ സിനിമകളും, മിക്ക സിനിമകളും പ്രണയ സിനിമകളാണ്. മിക്ക പ്രണയ സിനിമകളിലും കാണുന്നത് അവരുടെ പ്രണയിതാവിന് വേണ്ടി ജീവിതകാലം മുഴുവൻ ഒഴിഞ്ഞു വെക്കുകയാണ്. നമുക്കറിയാമല്ലേ, ഇപ്പോൾ അവർക്ക് ഒരു വിവാഹം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിലും റെസ്റ്റ് ഓഫ് ദ ഡേയ്സ് അവർക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ഹിസ്റ്റോറിക്കൽ ക്യാരക്ടേഴ്സിനെയൊക്കെ നമുക്കറിയാം. അങ്ങനെ അർത്ഥം കണ്ടെത്തുന്നതാണ് രണ്ടാമത്തെ സോഴ്സ് അല്ലെ സ്രോതസ് എന്ന് പറയുന്നത്. മൂന്നാമത്തേതാണ് നമുക്കിവിടെ ഏറ്റവും പ്രസക്തമായിട്ടുള്ളത്. വിഷമസന്ധികളിൽ അല്ലെങ്കിൽ ഏറ്റവും ദുരന്തങ്ങളിൽ, കഷ്ടപ്പാടുകളിൽ എന്താണെങ്കിലും എനിക്കിതിൽ കൂടെ കടന്നു പോയേ പറ്റൂ, സഹനം നടത്തിയേ പറ്റൂ. അതിലൂടെ നേരിടുന്ന അല്ലെങ്കിൽ ലഭിക്കുന്ന, ആർജിക്കുന്ന ധൈര്യത്തിലൂടെ എങ്ങനെയാണ് എനിക്ക് എൻ്റെ ജീവിതത്തെ അർത്ഥപൂർണമാക്കി തീർക്കാനുള്ളത്. അപ്പോൾ എനിക്ക് കാണ്ടമ വർഗീസിൻ്റെ ജീവിതം വായിച്ചപ്പോൾ എനിക്ക് ഫ്രാങ്ക്ലിൻ്റെ ഈ ഒരു പെർസ്പെക്റ്റീവിനോട് വളരെയധികം കണക്ഷൻ തോന്നി. എന്താണ്? മൂന്നാമത്തേത്, അതായത് തൊഴിലിലല്ല, സ്നേഹത്തിലൂടെ എന്നുള്ളതല്ല. മൂന്നാമത്തേത് വിഷമസന്ധികളിൽ അതിനെ ഓവർകം ചെയ്യുമ്പോൾ, അതിനെ അതിജീവിക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ജീവിതത്തിൽ അർത്ഥം കണ്ടെത്തുക എന്നുള്ളത്. ഫ്രാങ്കിൾ വീണ്ടും പറയാണ്, നിങ്ങൾക്ക് ആകെ കൈമുതലായിട്ടുള്ളത് അതിപ്പോൾ നമ്മുടെ ധനമോ നമ്മുടെ ഈവൻ ആരോഗ്യമോ നമ്മുടെ വസ്തുവകകളോ എല്ലാം ആർക്കെങ്കിലും എടുത്തുകൊണ്ട് പോകാം. അത് രോഗത്തിന് എടുത്തുകൊണ്ട് പോകാം. ഇപ്പോൾ ഒരു യുദ്ധം വന്നാൽ നമുക്കറിയാമല്ലോ, യുദ്ധത്തിൽ എല്ലാം നഷ്ടപ്പെട്ട ധാരാളം ആളുകളുടെ നമ്മളെ വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരുപക്ഷെ ഒരു കോവിഡ് വന്നു കഴിഞ്ഞാൽ, ഒരു പ്രളയം വന്നു കഴിഞ്ഞാൽ നമുക്കെല്ലാം നഷ്ടപ്പെടാൻ നിമിഷങ്ങൾ മതി. പക്ഷേ നമുക്ക് ആകെ സ്വന്തമായിട്ടുള്ളത് ഓരോ സാഹചര്യത്തിലും എങ്ങനെ പ്രതികരിക്കാൻ കഴിയും, അത് നമുക്ക് സ്വന്തമാണല്ലേ. നമുക്ക് ഭൗതികമായിട്ടുള്ള ഒന്നുമില്ലെങ്കിലും എങ്ങനെ ഈ സാഹചര്യത്തോട് പ്രതികരിക്കാൻ കഴിയും എന്ന സ്വാതന്ത്ര്യം ഓരോ വ്യക്തിക്കുമുണ്ട്. ഈ സ്വാതന്ത്ര്യം എന്ന് നഷ്ടപ്പെടുന്നോ അന്നാണ് നമ്മൾ എന്തു പറയാൻ തുടങ്ങുക? എനിക്കാരുമില്ല, എനിക്കൊന്നുമില്ല അല്ലേ, എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല എന്ന് നമ്മൾ പരാതി പറയാൻ തുടങ്ങുന്നത്. ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് തോന്നുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ, വിഷമഘട്ടങ്ങൾ വരുമ്പോൾ മനുഷ്യർ അതിനെ അർത്ഥപൂർണമാക്കി തീർക്കുന്നത്? അപ്പോൾ ഇത് ഫ്രാങ്കിൾ പറഞ്ഞു വന്നപ്പോഴാണ് എന്തുകൊണ്ട് ഫ്രാങ്കിളിനെയും കാണ്ടമ വർഗീസിനെയും കൂടെ ചേർത്ത് വെച്ചുകൂടാ എന്ന് തോന്നുന്നു. അപ്പോൾ മുമ്പ് പറഞ്ഞതുപോലെ 20-ാം വയസ്സിലാണ് കാണ്ടമ വർഗീസിൻ്റെ വിവാഹ ജീവിതം ആരംഭിക്കുന്നത്. പക്ഷേ ഞാൻ വിചാരിക്കുകയാണ് 30-ാം വയസ്സിൽ 20-ാം വയസ്സിൽ നമുക്കറിയാം, ആ കാലത്ത് വളരെ ചെറുപ്പത്തിൽ തന്നെ കല്യാണം കഴിക്കുന്ന ഒരു കാലമായിരുന്നു. 1876 മുതൽ 1964 വരെ 88 വർഷക്കാലം കാണ്ടമ ജീവിച്ചു. അപ്പോൾ ഇവർ വിവാഹം കഴിച്ച സമയത്ത് നിങ്ങൾ ആലോചിക്കുക, നമ്മുടെയൊക്കെ വീട്ടിൽ കുട്ടികളുണ്ടല്ലേ. അപ്പോൾ 20-ാം വയസ്സിൽ നമ്മൾ കല്യാണം കഴിച്ച് കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മളൊന്നും കൂടെ ആലോചിക്കും, അല്ലെങ്കിൽ അവർ പ്രതികരിക്കും പറ്റില്ല എന്നുള്ളത്. അപ്പോൾ നമ്മൾ മനഃശാസ്ത്രത്തിൽ കൗമാരക്കാരൊക്കെ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ പറയാറുണ്ട്, നമുക്ക് ഫ്രോണ്ടൽ ലോബ് എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. നമ്മുടെ ചിന്തകളൊക്കെ നമ്മുടെ ഈ ഭാഗം കൊണ്ടാണ് ചിന്തിക്കും. നമ്മൾ തലവേദന എടുക്കുന്നതെന്ന് പറയില്ലേ, അത് നമ്മുടെ ഈ ഭാഗമാണ്. നമ്മൾ ഒരുപാട് ചിന്തിക്കുമ്പോൾ, പഠിക്കുമ്പോൾ, ആലോചിക്കുമ്പോഴൊക്കെ. അപ്പോൾ ഫ്രോണ്ടൽ ലോബിൻ്റെ വികസനം അത് പരിപൂർണമായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് 23 മുതൽ 25-24 വയസ്സ് വരെയെങ്കിലും വികസിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ആ പ്രായത്തിലും താഴെയാണ് കാണ്ടമ വർഗീസിനെ വിവാഹം കഴിച്ചു വിടുന്നത് അല്ലേ. ആ ഒരു വിത്തിൻ 10 years അവർക്ക് 3 കുട്ടികളുണ്ടായി. ഒന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കുക, നമ്മളെ കാണ്ടമ വർഗീസിൽ ഒന്ന് പ്രതിഷ്ഠിച്ച് നോക്കുക. അപ്പോൾ ഈ 3 മക്കളുമായി ഇരിക്കുമ്പോഴാണ് ഭർത്താവ് മരിക്കുന്നത്. അപ്പോൾ കാണ്ടമ്മയ്ക്ക് ജോലിയുണ്ടോ ഇല്ലേ എന്നൊന്നും നമുക്കറിയില്ല, അവരുടെ സാമ്പത്തിക അവസ്ഥ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ അന്നത്തെ കാലത്ത് നമുക്കറിയാം, നവോത്ഥാന കാലഘട്ടമായിരുന്നു അന്ന് കേരളത്തിൽ. നവോത്ഥാന കാലഘട്ടം എന്ന് പറയുന്നത് സാമൂഹ്യവും സാംസ്കാരികവും ബൗദ്ധികവുമായിട്ടുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമായിരുന്നു അന്ന്. അതായത് 19-ാം നൂറ്റാണ്ടുകളും 20-ാം നൂറ്റാണ്ടുകളിലൊക്കെ സംഭവിച്ച ഒരുപാട് കാര്യങ്ങളാണ്. അപ്പോൾ ആ സമയത്ത് വിധവാ വിവാഹം എന്ന് പറയുന്നത് ക്രൈസ്തവർക്ക് വലിയ പ്രശ്നമുള്ള കാര്യമായിരുന്നില്ല. പക്ഷേ ഹൈന്ദവർക്ക് ജാതി സംബന്ധിച്ച് അതൊരു വലിയ പ്രശ്നമായിരുന്നു. പക്ഷേ കാണ്ടമ വർഗീസ് എന്ത് ചെയ്തു? മറ്റൊരു വിവാഹത്തിന് അവർ ആലോചിച്ചിരുന്നോ? പുനർവിവാഹം ചെയ്യാൻ ആലോചന. 3 കുട്ടികളുണ്ട്. ഇതെങ്ങനെയാണ് മുമ്പോട്ട് ജീവിതം അതിനെപ്പറ്റി കൃത്യമായ യാതൊരു ധാരണയോ അല്ലെങ്കിൽ നമുക്ക് നിലവിൽ രേഖപ്പെടുത്തലുകൾ ഒന്നുമില്ല.
അപ്പോൾ പിന്നെ നമ്മൾ കാണുന്നത് ഇവർ പ്രാർത്ഥിക്കുകയും അങ്ങനെ ഇനിയും മുമ്പോട്ട് ദൈവത്തിൻ്റെ സുവിശേഷമായിട്ട് മുമ്പോട്ട് പോകാമെന്ന് കാണ്ടമ വർഗീസ് ജീവിക്കുകയാണ്. അപ്പോൾ എനിക്ക് ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റ് എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിലെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജാണ്. സോ വാട്ട് ടു ഡു നെക്സ്റ്റ്? ഓക്കെ, നമുക്കറിയാം അല്ലേ, ഭർത്താവെന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിലൊരു പ്രധാനപ്പെട്ട ഒരു പങ്കാണ്. ഇപ്പോൾ വിവാഹമോചിതരായിട്ടുള്ള സ്ത്രീകളെ ഇവിടെ ഇരിക്കുന്ന നമ്മളൊക്കെ തന്നെ ഏത് രീതിയിൽ കാണുന്നു, അവർക്ക് ഏത് തരത്തിലുള്ള സപ്പോർട്ട് കൊടുക്കുന്നു എന്നുള്ളത് നമുക്കൊക്കെ ഒന്നുകൂടെ ആലോചിക്കേണ്ടതാണ്. അപ്പോൾ ഒരു ഭർത്താവിൻ്റെ തുണ ഇല്ലാതെ, ഭർത്താവിൻ്റെ പ്രൊട്ടക്ഷൻ ഇല്ലാതെ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് അല്ലേ, പിന്നെ പെട്ടെന്ന് സ്ത്രീ ഒറ്റയ്ക്കാവും അല്ലേ. അപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഈ സ്ത്രീക്ക് തീരുമാനിക്കാൻ കഴിയുക, ദൈവം എൻ്റെ മക്കളെ നോക്കിക്കോളും, ഞാൻ ദൈവത്തിൻ്റെ സുവിശേഷവുമായിട്ട് മുമ്പോട്ട് പോവുക എന്നുള്ളത്. അപ്പോൾ എനിക്കത് ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ട് തോന്നി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഞാൻ ആ കാലഘട്ടത്തെ പറ്റി വായിക്കാൻ തുടങ്ങി. ആ കാലഘട്ടത്താണ് ഈ പറഞ്ഞ നവോത്ഥാന കാലഘട്ടം എന്ന് പറയുന്ന ഒരു സംഭവം നടക്കുന്നത്. അപ്പോൾ ആ സമയത്ത് കേണൽ ജോൺ മൺറോ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷുകാരനായിരുന്നു തിരുവിതാംകൂറിൻ്റെ ദിവാനായിട്ട് ഉണ്ടായിരുന്നത് ആ കാലഘട്ടത്തിൽ, അതിനു മുമ്പ്. അപ്പോൾ അദ്ദേഹം വളരെ ഊർജിതമായ രീതിയിൽ കേരളത്തിൽ മിഷണറി പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മിഷണറി പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഇതൊരു ആത്മീയ പ്രവർത്തനം മാത്രമായിരുന്നില്ല, ഇതൊരു സാമൂഹിക വിപ്ലവം കൂടെയായിരുന്നു. കാരണം ആ സമയത്ത് ജാതി എന്ന് പറയുന്ന ഈ പറയുന്ന ഒരു സോഷ്യൽ ഒരു സാമൂഹ്യ ഘടനയ്ക്കെതിരായിട്ട് ഒരുപാട് പേര് സുവിശേഷത്തിൻ്റെ പേരിൽ, ബൈബിളിൻ്റെ പേരിൽ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം ആ സമയത്ത് തൊട്ടുകൂടാഴിക, തീണ്ടിക്കൂടാഴികയൊക്കെ വളരെ വളരെ പ്രോമിനൻ്റ് ആയിട്ട്, വളരെ സാധാരണമായിട്ട് നിലനിന്നിരുന്നൊരു കാലമായിരുന്നു. അപ്പോൾ ഈ മിഷണറിമാരാണ് വന്ന് എല്ലാ ജാതികളിലും ഉള്ള ആളുകളുടെ അടുത്ത്, ദളിത് ആയിട്ടുള്ള ആളുകളുടെ അടുത്ത്, കീഴാള ജാതിയിലുള്ള എല്ലാവരോടും പോയി സുവിശേഷം പറയുകയും ഒരുപാട് പേര് ക്രിസ്തു മതത്തിലേക്ക് വരികയും ക്രിസ്ത്യാനികളാകുകയും ചെയ്ത ഒരു സീസൺ ആയിരുന്നു അന്ന്. അപ്പോൾ ഇത് കണ്ടമയെ സംബന്ധിച്ചിട്ട് ഒരു എന്താ പറയുന്നത്, ഒരു ഫെർട്ടൈൽ ടൈമായിരുന്നു, ഒരു നല്ല സമയമായിരുന്നു. അപ്പോൾ ഭരണകൂടമാവട്ടെ അല്ലെങ്കിൽ സാമൂഹ്യ പരിസ്ഥിതി ആവട്ടെ ആളുകളോട് സുവിശേഷം പറയാനും യേശുവിനെ പറ്റി പറയാനും ഒക്കെ അല്ലെ ഒരു നവോത്ഥാന സമയമായിരുന്നു. എല്ലാവരും ഈ പറയുന്ന ജാതി വ്യവസ്ഥയും മറ്റ് ബുദ്ധിമുട്ടുകളും ഒക്കെ തരണം ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാലമായിരുന്നു. അതേസമയമാണ് നമുക്കറിയാം 2 ലോകമഹായുദ്ധങ്ങൾ ആ സമയത്തുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന അമ്മച്ചിമാർ പലരും ആ സമയത്തുണ്ടായിരുന്നോ എന്ന് എനിക്ക് അറിയില്ല. ഒന്നാമത്തെ ലോകമഹായുദ്ധം 1914 മുതൽ 18 വരെയും, രണ്ടാമത്തേത് 39 തൊട്ട് 45 വരെയായിരുന്നു. ആ സമയത്ത് എന്ത് സംഭവിച്ചു, കേരളത്തിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായില്ലെങ്കിലും ഭക്ഷ്യ പ്രശ്നങ്ങളുണ്ടായി, ദാരിദ്ര്യമുണ്ടായി. ഒരുപാട് പേർക്ക് അന്ന് നമ്മുടെ തേങ്ങയും കയർ വ്യവസായങ്ങളൊക്കെയായിരുന്നു നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെല്ലാം മുടങ്ങി. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ആരാ അനുഭവിക്കുന്നത്? സ്ത്രീകളും കുഞ്ഞുങ്ങളുമാണ്. അപ്പോൾ അതിഭയങ്കര ദാരിദ്ര്യത്തിൻ്റെ ഒരു കാലമുണ്ടായിരുന്നു. മാനസികമായിട്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സാന്ത്വനത്തിനു വേണ്ടിയും സമാധാനത്തിനു വേണ്ടിയും സ്നേഹത്തിനു വേണ്ടിയും ഒരു ഇൻക്ലൂഷനു വേണ്ടിയും അവർ വളരെയധികം കാത്തിരിക്കുന്ന ഒരു സമയത്താണ് നമ്മുടെ കാണ്ടമ്മ ഈ ഒരു തീരുമാനം എടുക്കുകയും വളരെ ഊർജിതമായിട്ട് ഇവർ മനുഷ്യരുടെ ഇടയിലോട്ട് ഇറങ്ങി വരുന്നൊരു കാഴ്ചയാണ്. ആ സമയത്താണ് നമുക്കറിയാമായിരിക്കും പൊയ്കയിൽ അപ്പച്ചൻ എന്ന് പറയുന്ന ഒരു പോയറ്റായിരുന്നു അദ്ദേഹം, ഒരു സോഷ്യൽ റിഫോമറും കൂടെ ആയിരുന്നു. അദ്ദേഹം ഒരുപാട് ഗാനങ്ങളിലൂടെ ഈ സുവിശേഷം അല്ലെങ്കിൽ കീഴാള ജാതിക്കാരുടെ പ്രശ്നങ്ങളും കൂടെ മിക്സ് ചെയ്തിട്ട് ഉള്ള അദ്ദേഹം ഗാനങ്ങളും കവിതകളും എഴുതിയിരുന്നു. ഇതിപ്പോൾ പല ഫോമിൽ യൂട്യൂബിലൊക്കെ അത് ലഭ്യമാണ്. മറ്റൊന്നാണ് നമുക്കറിയാം മോസസ് ശ്രീവത്സലം ശാസ്ത്രിയാർ എന്ന് പറയുന്ന അദ്ദേഹവും ഈ സമയത്ത് പാട്ടുകൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 2 ലൈൻ ഒന്ന് പറയാം മോസസ് ശ്രീവത്സലത്തിൻ്റെ. അപ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഈ ഒരു സോഷ്യൽ പരിതസ്ഥിതി കാണ്ടമ്മയ്ക്ക് അനുകൂലമായി തീർന്നെന്നുള്ളത്. അടിമവേലയൊഴിഞ്ഞുതേ നമ്മുടെ അടിമവേല അഴിഞ്ഞുതേ, ഇടിക്കണം പേയിൻ കോട്ട നാം ഇടിക്കണം, ജാതിഭേദങ്ങൾ മുടിക്കണം, സ്നേഹത്തിൻ കൊടി പിടിക്കണം. ഈ അവസാനം 3 വരെ ആരെങ്കിലും എവിടെയെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത് പറയുന്നത് എന്താണ്? ഇത് ആത്മീയതയെ അന്നത്തെ സാമൂഹ്യ സാഹചര്യത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന, എടുത്ത് കൊണ്ടുവെക്കുന്ന, ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നീട് നോക്കിക്കഴിയുമ്പോൾ വളരെ ധൈര്യമായിട്ടാണ് കാണ്ടമ്മ മുമ്പോട്ട് പോയത്. നമ്മൾ ഡോക്യുമെൻ്ററിയിൽ കാണുകയുണ്ടായി. കാണ്ടമ്മ ആരെയൊക്കെ കണ്ടത്?
തിരുവിതാംകൂർ രാജാവായ ശ്രീമൂലം തിരുനാളിനെ കണ്ട് ഒരു ബൈബിള് കൊടുത്തു അല്ലേ? അതുപോലെ മഹാറാണി ലക്ഷ്മിബായിയെ പോയി കണ്ട് അവരുടെ കൊട്ടാരത്തിൽ പോയി അവരോട് സംസാരിച്ചു. കുറേ സമയം സംസാരിക്കുകയും അവർക്ക് സ്വർണം കെട്ടിച്ചൊരു ബൈബിള് കൊടുത്തെന്നൊക്കെയാണ് ചരിത്രത്തിൽ എഴുതിയിരിക്കുന്നത്. ഇതിനെ രണ്ടുപേരെയും രാജാവിൻ്റെ കാറിൻ്റെ പുറകെ ഓടി നടന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് പറയുകയൊക്കെ ചെയ്യുന്ന പറഞ്ഞത്. അപ്പോൾ അന്നൊന്നും ഇവരെ തടയാഞ്ഞതിൻ്റെ പ്രധാന കാര്യം വളരെ അനുകൂലമായ ഒരു സാഹചര്യം മിഷണറി പ്രവർത്തനത്തിന് ആ സമയത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു അനുകൂല സാഹചര്യത്തെ ഈ ഒരു റൂളേഴ്സിൽ മാത്രം കാണ്ടമ്മ ഒതുക്കി നിർത്തിയില്ല. ഇവർ സാഹിത്യത്തിലും കൂടെ ഇറങ്ങി. വള്ളത്തോളിനെ കാണുകയുണ്ടായി. വള്ളത്തോളിൻ്റെ മഗ്നല്ല മറിയം, അതേപോലെ യേശു വിജയം എന്നീ കവിതകളൊക്കെ നമുക്കറിയില്ല, മേ ബി കാണ്ടമ്മയുടെ സംസാരത്തിലൂടെയും ഒക്കെ ഒരു ഇൻഫ്ലുവൻസ്, കാണ്ടമ്മയെ പോലെയുള്ള പറഞ്ഞ മോസസ് ശ്രീവത്സലും ഒക്കെ പറയുന്നവരുടെയൊക്കെ ഒരു ഇൻഫ്ലുവൻസ് ഒക്കെ കാണാതിരിക്കില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവരൊരു ഫയറായിരുന്നു, ഒരു തീയായിരുന്നു. ആ ഉള്ളിൽ ആ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് കാണ്ടമ്മ ചെയ്തത്? വീട്ടിൽ തന്നെ ഇരിക്കുകയായിരുന്നോ? വീട്ടിൽ കൂട്ടായ്മ നടക്കുമോ അല്ലെങ്കിൽ പ്രാർത്ഥനാ സംഘങ്ങൾ നടത്തുകയായിരുന്നില്ല. അവർ വീട്ടിലിരുന്നോന്ന് തന്നെ നമുക്കറിയില്ല. കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തിയെന്നോ അവരുടെ ഭക്ഷണം ബാക്കി കാര്യങ്ങൾ സ്കൂളിങ്ങിനെ പറ്റി ഒന്നും പറയുന്നില്ല. ഇവർ പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു. അവർ അയൽപക്കങ്ങളിൽ മാത്രമാണോ പോയത്? അല്ല, ചന്തകളിൽ പോയി, തെരുവോരങ്ങളിൽ പോയി. തുമ്പമണ്ണ് വീടുള്ളവർ എവിടെയാണ് പോയത്? തിരുവനന്തപുരത്ത് പോയി. എങ്ങനെ പോയി കാണും? അന്ന് വണ്ടിയുണ്ടോ? ഉണ്ടാവല്ലേ, കാളവണ്ടിയോ? അത് നമ്മൾ നോക്കണം. അവരെങ്ങനെയാണ് അവിടെ വരെ പോയത്? അവരെങ്ങനെയാണ് സഞ്ചരിച്ചു കൊണ്ടിരുന്നത് അല്ലേ? അപ്പോൾ നമുക്കിപ്പോൾ ഇറങ്ങി നിന്നാൽ മതിയല്ലേ, ബസ്സോ എന്ത് വേണമെങ്കിലും അല്ലേ? ഇപ്പം ഉബർ ആണെങ്കിലും പല ആപ്പുകളുണ്ട്. അപ്പോൾ ഈ ഒരു സോഷ്യൽ സിറ്റുവേഷനെ, ഒരു സാമൂഹ്യ സാഹചര്യത്തെ എങ്ങനെയാണ് അവരുടെ ധീരമായൊരു തീരുമാനത്തിന് വേണ്ടി ഉപയോഗിച്ചത് എന്നുള്ളതിൻ്റെ ആദ്യത്തെ സ്പാർക്കായിട്ട് എനിക്ക് മനസ്സിലായത് അവരുടെ തീരുമാനത്തിൻ്റെ ശക്തിയായിരുന്നു. അതിൽ വേറെ ആരെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ, ആരെങ്കിലുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ടോ എന്നൊന്നും പറയുന്നില്ല. അവർ ഉറച്ച് തീരുമാനിച്ചു. എന്താണ്? എൻ്റെ മക്കളെ ദൈവം കാത്തോളും, ഞാൻ ദൈവത്തിൻ്റെ സുവിശേഷവുമായിട്ട് പുറത്തിറങ്ങുകയാണെന്നുള്ളത്. ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലതവണയും നമ്മളിങ്ങനെ പല തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടാവും അല്ലേ? ഇന്ന് ജാനുവരി 1 ഇന്ന് മുതൽ ഞാൻ നന്നാവും, അല്ലെങ്കിൽ ജൂൺ 1 ഇന്ന് മുതൽ നന്നാവും, അല്ലെങ്കിൽ ഇന്ന് മുതൽ ഞാൻ ഈ തീരുമാനമെടുക്കും. പക്ഷേ എങ്ങനെയാണ് ഈ സ്ത്രീകളുടെ ജീവിതത്തിൻ്റെ അർത്ഥം തീരുമാനിക്കുന്നത്? അപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞത് ഫ്രാങ്കിലിൻ്റെ നാസി തടവുകാരുടെ ഒരു അവസ്ഥയായിരുന്നു. സ്ത്രീകളുടെ ജീവിതത്തിൻ്റെ അർത്ഥം നമുക്ക് സ്ത്രീകൾക്ക് തീരുമാനിക്കാൻ പറ്റുമോ? ആരാ സ്ത്രീകളുടെ ജീവിതം തീരുമാനിക്കുക? അവരവരാണ് തീരുമാനിക്കുക എന്ന് ഉറപ്പുള്ള ആളുകളൊന്ന് കൈവെക്കൂ. ഓക്കെ, 1 2 3 4 5 6 7 8 ഓക്കെ, മേ ബി ഒരു 20 പേര് കാണും. എത്ര പേരുണ്ടെന്നുള്ളത് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ കാണാം. അപ്പോൾ ഈ എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് സ്ത്രീകളുടെ ജീവിതം തീരുമാനിക്കാൻ കഴിയാൻ പറ്റാത്തത്? അതാണ് നമ്മുടെ കാണ്ടമ്മ വർഗീസിൻ്റെ ജീവിതത്തിൽ ആലോചിക്കുന്നതിൻ്റെ ഒന്നാമത്തെ കാര്യം. സ്ത്രീകളുടെ ജീവിതത്തിൻ്റെ അർത്ഥം തീരുമാനിക്കപ്പെടുന്നത് ആരാണ്? ഇപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ ഞാൻ ആദ്യം പറയുകയുണ്ടായി, ഇവിടേക്ക് വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെല്ലാം നോക്കണം? ലിസ്റ്റ് എഴുതാം അല്ലേ? എന്തൊക്കെ ചെയ്യാനുണ്ട്, ഇനിയിപ്പോൾ ചെന്ന് കഴിഞ്ഞിട്ട് എന്തൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ഇവിടെ ഇരിക്കുമ്പോഴത്തേക്കും ഒരു മണിക്ക് ഇപ്പോൾ തീരുമോ, ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇപ്പോൾ തീരുമോ, അവിടെ ചെന്നിട്ട് ഇവിടെ ചെന്നിട്ട്, ഈ കാൽക്കുലേഷനാണ്. അപ്പോൾ ഇതാണോ ജീവിതത്തിൻ്റെ അർത്ഥം? ഇതാണോ, ഇങ്ങനെയാണോ നമ്മൾ തീരുമാനിക്കേണ്ടത് എന്നുള്ളതാണ് ഒന്നാമത്തെ ആലോചന. അപ്പോൾ കുടുംബിനിയാവുക, അല്ലെങ്കിൽ അമ്മയാവുക, ഭാര്യയാവുക, അമ്മായിയമ്മയും വല്യമ്മയും ആവുക എന്ന് പറയുന്ന ഒരു ഭയങ്കര റോള് നമ്മുടെ സ്ത്രീകളുടെ ജീവിതത്തിൽ പറഞ്ഞു വെച്ചിട്ടുള്ളതാണ് അല്ലേ? അപ്പോൾ സാധാരണ ഞാൻ കണ്ടിട്ടുള്ളത് പല സ്ത്രീകളും ഈ പറയുന്ന റോളുകൾക്കുള്ളിൽ നിന്നിട്ടുള്ള ഒരു സർക്കസാണ്. അപ്പം അതിൽ വെച്ച് ഏറ്റവും നല്ല അമ്മ എങ്ങനെയാകാം, അല്ലെങ്കിൽ ഏറ്റവും നല്ല ഭാര്യ എങ്ങനെയാവും അല്ലേ? പൂമുഖവാതിൽക്കൽ സ്നേഹം തുളുമ്പുന്ന ഭാര്യ എങ്ങനെയാകാം, അല്ലെങ്കിൽ ഒരു മദേഴ്സ് ഡേ അല്ലേ, മദർഹുഡ് എന്ന് പറയുന്നത് നമ്മൾ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒന്നാണ് അല്ലേ? അപ്പോൾ അതൊക്കെ നമുക്ക് എങ്ങനെയാകാം? അപ്പോൾ സൊസൈറ്റി വെച്ചിരിക്കുന്ന ആ സ്റ്റാൻഡേർഡിലേക്ക്, ഈ പറഞ്ഞ നിയതമായ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള റോളുകളിലേക്ക് നമുക്ക് എങ്ങനെ എത്താം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇതാണോ നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം? അപ്പോൾ നമുക്ക് 3 പോയിന്റാണ് ഫ്രാങ്കിൾ പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയായിരുന്നു? തൊഴിലിൽ, സ്നേഹത്തിലൂടെ, ദുരന്തമായ അല്ലേ ഒരു സഹനത്തിലൂടെയുള്ള ധൈര്യം ആർജിച്ചുകൊണ്ട്. അപ്പോൾ ഇതിൽ എവിടെ കൂടെയാണ് നമ്മൾ
അർത്ഥം കണ്ടെത്തുക. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് പലപ്പോഴും സ്ത്രീകൾ കടന്നു പോകുന്നത് ഈ ചുറ്റുമുള്ളവരുടെ ഒരു അപ്രൂവൽ അല്ലെങ്കിൽ ചുറ്റുമുള്ളവരുടെ ഒരു സമ്മതവും കയ്യടിയും കിട്ടാനാണ്. അതായത് ഞാൻ ഇങ്ങനെ ചെയ്താൽ എനിക്ക് കൂടുതൽ അംഗീകാരം കിട്ടും, ഞാൻ ഇങ്ങനെ ചെയ്താൽ എനിക്ക് കൂടുതൽ സ്നേഹം കിട്ടും, ഞാൻ എൻ്റെ മക്കളുടെ നല്ല അമ്മയാവുക, ഞാൻ നല്ല ഭാര്യയാവുക, നല്ല അമ്മായി അമ്മയാവുക, നല്ല അമ്മായിമ്മയോ ഡൗട്ട്ഫുൾ. സൊസൈറ്റി അങ്ങനെ അല്ലല്ലേ പറയുന്നത്. നല്ല അമ്മായിമ്മ എന്നുള്ള കോൺസെപ്റ്റ് നമുക്ക് പൊതുവെ മീഡിയയിലൊന്നും കാണാറില്ല. അപ്പോൾ ഇങ്ങനെയെല്ലാം നല്ല സ്ത്രീ ആവുക അല്ലേ. അപ്പം അതുകൊണ്ടാണ് നമ്മൾ മാധ്യമങ്ങളിലൊക്കെ കാണത്തില്ലേ, സ്ത്രീ ഒരു അതിക്രമം ചെയ്യുമ്പോൾ, സ്ത്രീ ഒരു കൊലപാതകം ചെയ്യുമ്പോൾ പത്രത്തിലെ ആദ്യത്തെ തലക്കെട്ട് എങ്ങനെയാ? കൊലപാതകമെന്നല്ല, സ്ത്രീ എന്നുള്ളതാണ്. പക്ഷേ സാധാരണ കൊലപാതകങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നവരാരാ? പുരുഷന്മാരാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല. നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ റിപ്പോർട്ട് നമ്മൾ നോക്കിയാൽ തന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് ഗൂഗിളിൽ അറിയാവുന്നതാണ്. അപ്പം ഒരുപാട് കൊലപാതകങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ സ്ത്രീകൾ ചെയ്തു കഴിഞ്ഞാൽ അതൊരു വലിയ പ്രശ്നമാകും. എന്തുകൊണ്ടാണ്? ഇത് സ്റ്റീരിയോടൈപ്പുകൾക്ക് എതിരായിട്ടാണ്. സ്ത്രീകൾ വളരെ ശാന്തമായും അടങ്ങി ഒതുങ്ങിയും ഡിസിപ്ലിൻഡ് ആയിട്ടും ജീവിക്കേണ്ട സ്ത്രീകൾ ഇത് ചെയ്ത് കഴിയുമ്പോഴേക്കും എന്തുകൊണ്ടാണ് ഇത്രയും വലിയ രീതിയിൽ നമ്മളിത് പറയുന്നത്? ഈ ഇടയ്ക്ക് എനിക്ക് 2 ദിവസം മുന്നേ ഇവിടുത്തെ പത്രത്തിൽ വന്നോന്നറിയത്തില്ല, കിളിമാനൂർ ഒരു സ്കൂൾ വാൻ മറിഞ്ഞിട്ടുണ്ടായിരുന്നു. സ്കൂൾ വാൻ മറിഞ്ഞിട്ട് കുറേ കുട്ടികൾ ആശുപത്രിയിലായി. ഒരു വയലിലോട്ട് സ്കൂൾ വാൻ മറിഞ്ഞു. എനിക്കൊന്ന് സ്കൂൾ തുറന്നിട്ട് 2ാമത്തെ ദിവസമാണ്. അതിൽ എന്ത് എഴുതിയിരിക്കുന്നത്? കിളിമാനൂർ വയലിലേക്കൊരു സ്കൂൾ വാൻ മറിഞ്ഞു. ആരാ വണ്ടി ഓടിച്ച്? അതിനെപ്പറ്റി പറയുന്നില്ല. എങ്ങാനും അതൊരു അന്നാമ്മയോ ശോശാമ്മയോ ആയിരുന്നെങ്കിൽ അവരുടെ വീട്ടിൽ പോകും അല്ലേ മീഡിയ. നിങ്ങൾക്ക് എന്നാണ് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയത്? എന്ന് മുതലാണ് നിങ്ങൾ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിയത്? മനസ്സിലാവുന്നില്ലേ? അപ്പോൾ ഈ സ്ത്രീകളെ പറ്റിയുള്ള ഈ ഒരു പ്രഷർ, ഈ ഒരു എന്താ പറയുക, ആ ഒരു പ്രഷറും പ്രതീക്ഷകളും അതിഭയങ്കരമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് കാണ്ടമ്മ വർഗീസിന്, അന്നും ഇതൊക്കെ തന്നെ ഉണ്ടായിരുന്നു, അവരുടെ ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടെത്താൻ കഴിഞ്ഞത്? ഇതൊന്നും നടക്കാത്ത കാര്യങ്ങളല്ല, അത് നടക്കുന്നത് കൊണ്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. 23ാമത്തെ വർഷവും നമുക്ക് ഈ പ്രഭാഷണം നടത്താൻ കഴിയുന്നത് ഇത് പോസിബിൾ ആയതുകൊണ്ടാണ്. ഈ സ്ത്രീകൾക്ക് ആരുടെ അനുവാദമാണ് വേണ്ടത്? സ്ത്രീകൾക്ക് ആരാണ് ഇവരെ അപ്രൂവ് ചെയ്ത് അനുവദിച്ച് വിടേണ്ടത്? നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ്. അപ്പോൾ തിരുമേനി സംസാരത്തിൻ്റെ അവസാനം പറഞ്ഞു നമുക്ക് ആലോചന ഉണ്ടാവണം എന്നുണ്ട് അല്ലേ. അപ്പം നമ്മൾ എല്ലാ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ നമുക്ക് ചെയ്യാൻ ധാരാളം കാര്യങ്ങളുണ്ട്. അതുകൂടാതെ പള്ളിയുടെ കാര്യങ്ങൾ, വീട്ടിലെ കാര്യങ്ങൾ, മേ ബി അയൽക്കൂട്ടം ഉണ്ടെങ്കിൽ അയൽക്കൂട്ടത്തെ കാര്യം, ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ മുകളിലായിട്ട് നമ്മൾ നമ്മളെപ്പറ്റി ആലോചിക്കുന്നുണ്ടോ? ഇതാണ് കാണ്ടമ്മ വർഗീസിൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് അവരവരുടെ സ്വന്തം മക്കളെ വളർത്താനും അനുവദിച്ചു. ഷീ ലെറ്റ് ദെയർ ചിൽഡ്രൻ ബ്രിങ് അപ്പ് ദംസെൽസ്. ഓക്കെ, അവർ തന്നെ വളർന്നു. അവരമ്മയെ കണ്ടു, അവരമ്മ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടു മനസ്സിലാക്കി അവർ വളരുകയാണ് ചെയ്തത്. പക്ഷേ വളർത്തുകയല്ല അവർ ചെയ്തത്. ആ എനർജി മുഴുവൻ അവർ എവിടേക്കാണ് ഇട്ടത്? അവരിലേക്കാണ് ഇട്ടത്. അവർ വളരുകയായിരുന്നു ചെയ്തത്. പക്ഷേ ഈ പ്രോസസ്സിൽ ഇവിടെ എന്താ സംഭവിക്കുക? നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക, നമ്മൾ വളരുന്നുണ്ടോ? തിരുമേനി വളരെ ഞാൻ പറയാൻ ആഗ്രഹിച്ച തിരുമേനി പറഞ്ഞ തമ്മിൽ ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്. ഷീ ട്രസ്റ്റഡ് ഗോഡ്, ഷീ ട്രസ്റ്റഡ് പീപ്പിൾ ആൻഡ് ഷീ ട്രസ്റ്റഡ് ദ സോഷ്യൽ സിസ്റ്റം, ഷീ ട്രസ്റ്റഡ് ദ സോഷ്യൽ ഹൈറാർക്കി. അവർ ഒരു ഭയവുമില്ലായിരുന്നു, വളരെ ധീരമായിട്ടായിരുന്നു അവർ ഇടപെട്ടതും. അതുകൊണ്ടാണ് അവർക്ക് ഈ ഒരു ഡിഫറൻസ് ഉണ്ടാക്കാൻ പറ്റിയത്. അപ്പോൾ നമ്മൾ പള്ളിയിൽ വന്നിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ പള്ളിയിൽ നമ്മളിന്നലെ പാടിയ 2 പാട്ടുകളും ഈ ലോകത്തിൻ്റേതായിട്ടുള്ള പാട്ടുകളല്ല അല്ലേ. ഈ ലോകത്ത് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ, മനുഷ്യന്മാരെ ഇത് ചെയ്യുന്ന ബുദ്ധിമുട്ടുകളിലൂടെ നമ്മൾ മറ്റൊരു രാജ്യത്തേക്ക് വേണ്ടി അല്ല മറ്റൊരു ലോകത്തിലേക്ക് വേണ്ടിയുള്ള പാട്ടുകൾ അല്ലെങ്കിൽ വിശ്വാസങ്ങളാണ് നമുക്ക് കൂടുതലായിട്ട് ഉണ്ടാവുന്നത്. അതാണോ നമുക്ക് വേണ്ടത്? നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ നമുക്ക് ഈ പറയുന്ന ഇവരുടെ ഹിസ്റ്ററി അനുസരിച്ചിട്ട് ഇവരുടെ വാല്യൂസിൻ്റെ ഒരു ഭാഗമെങ്കിലും ധൈര്യത്തോടെ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുമോ? ഇനിഷ്യലി അവർക്ക് ഡെഫിനറ്റ്ലി ബുദ്ധിമുട്ടുണ്ടാവും. ആളുകൾ പാര വെച്ച് കാണും, ആളുകൾ കളിയാക്കി കാണും. ഒന്ന് ആലോചിച്ച് നോക്കുക, അവരുടെ രൂപം കണ്ടില്ലേ? ഇവർ അടിച്ചു വിട്ടിങ്ങനെ നടക്കുക, എല്ലാ സ്ഥലങ്ങളിലും പ്രസംഗിക്കുന്നു, എന്താ പറയുക, തിരുമേനിമാരുടെ അടുത്തേക്ക് പോകുന്നു, രാജാക്കന്മാരുടെ അടുത്തേക്ക് പോകുന്നു, ഇങ്ങനെ പോവുകയാണ്. പക്ഷേ പതുക്കെ ഈവൻ
വള്ളത്തോളിൻ്റെ പാരഗ്രാഫിൽ എന്തെന്ന് പറയുന്നു, വള്ളത്തോൾ പറയുന്നുണ്ട് ഇവർ വളരെ ജെനുവിൻ ആയിട്ടുള്ള മൗലികമായൊരു സ്ത്രീയാണെന്നാണ്. ഇവർ വളരെ എന്താ പറയുക, ഇവരെ നമുക്ക് വിശ്വസിക്കാം, ഇവരെ ആത്മാർത്ഥമായൊരു സ്ത്രീയാണെന്നാണ് ഈ പറയുന്ന ചരിത്രത്തിൽ പറയുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മൾ നമ്മളെ തന്നെ കണ്ടെത്തുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഈ കുടുംബത്തിൻ്റെ ഇൻസെക്യൂരിറ്റീസ് അല്ലെങ്കിൽ കുടുംബം തരുന്ന കൺഫ്യൂഷൻസ്, പ്രശ്നങ്ങളിൽ നമ്മൾ പെട്ടുകിടക്കുകയാണോ, അതോ അതാണോ നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥമെന്ന് തെറ്റിദ്ധരിക്കുന്നത് എന്നുള്ളത്. നിങ്ങൾ കുറച്ച് പേരെങ്കിലും ബെന്യാമീൻ എന്ന് പറയുന്ന എഴുത്തുകാരനെ കേട്ടിട്ടുണ്ടാവും അല്ലേ? ബെന്യാമീൻ എന്നുള്ളത് വളരെ പ്രശസ്തനായ ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ 2 പുസ്തകത്തിന് മുമ്പ് വന്നൊരു പുസ്തകമാണ് നിശബ്ദ സഞ്ചാരങ്ങൾ, സൈലൻറ്റ് ജേർണീസ് എന്നൊരു പുസ്തകമുണ്ട്. അപ്പോൾ അതിൽ വന്ന പല റിവ്യൂസ് ആവട്ടെ, അതിനെപ്പറ്റിയുള്ള കുറിപ്പുകളൊക്കെ പറയുന്നത് ഇതൊരു അടയാളപ്പെടുത്തലായിരുന്നു. അതായത് മധ്യ തിരുവിതാംകൂറിൽ ആ കാലത്ത്, ഈ പറയുന്ന കണ്ടമ വർഗീസിൻ്റെ അതേ കാലത്ത് തന്നെ ഒരുപാട് സ്ത്രീകൾ കേരളത്തിൽ നിന്നും പുറത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇവരെന്തിനാണ് പുറത്തേക്ക് പോയിട്ടുണ്ടാവുക? അപ്പോൾ ഇതിൽ മനു എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിലൂടെയാണ്, ഒരു കഥാപാത്രത്തിലൂടെയാണ് ഈ കഥ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ഈ മനു ഒരു ദിവസം ഒരു ആക്സിഡൻറ്റിൽ പെട്ട് ഒരു ആശുപത്രിയിൽ കിടക്കുമ്പോൾ മനുവിനെ ചികിത്സിക്കാനായിട്ട് ഒരു നേഴ്സ് വരുന്നു. ആ നേഴ്സിലൂടെ അയാൾ വളരെ ഒരു അബോധാവസ്ഥയിലൊക്കെ നിൽക്കുന്നൊരു സമയത്താണ് ഈ നേഴ്സ് മനുവിനെ വളരെ നല്ല രീതിയിൽ ശുശ്രൂഷിക്കുകയും അങ്ങനെ മനു ഇവരിലൂടെ ഒരു മാലാഖയെ കണ്ടെത്തുകയും ചെയ്യുന്നു. മനുവിന് പതുക്കെ ബോധം വന്നപ്പോൾ മനു ഇവരോട് പറയുകയാണ്, എൻ്റെ അമ്മ ഒരു നേഴ്സായിരുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ അമ്മയ്ക്ക് എന്നെ നോക്കാൻ സമയം കിട്ടില്ല എന്ന് പറഞ്ഞ് പരാതിപ്പെടാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഞങ്ങൾക്ക് വീട്ടിൽ തരാത്ത സംരക്ഷണയും സ്നേഹവും ഇപ്പുറത്തമ്മ ഒരുപാട് പേരിലേക്ക് എത്തിക്കുന്നു എന്നുള്ളത്. അത് മനുവിനൊരു ഐ ഓപ്പണറായിരുന്നു. മനു ഇതിൻ്റെ പുറകെ പോയി. മനു ഒരു ദിവസം വീട്ടിലിരിക്കുമ്പോൾ അറിയാതെ ഒരു കത്ത് കയ്യിൽ കിട്ടുന്നു. അത് മനുവിൻ്റെ മുത്തശ്ശൻ്റെ അഡ്രസ്സിലുള്ള ഒരു കത്തായിരുന്നു. അത് അയച്ചിരിക്കുന്നത് മറിയാമ്മ എന്ന് പറയുന്ന ഒരാളാണ്. അപ്പോൾ ആരാണ് ഈ മറിയാമ്മ എന്ന് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത് മനുവിൻ്റെ മുത്തച്ഛൻ്റെ സഹോദരിയാണ്. മറിയാമ്മ ഒരു നേഴ്സായിരുന്നു. ലോകമഹായുദ്ധ സമയത്ത് അവർ ആ യുദ്ധഭൂമിയിലായിരുന്നു, അവിടെയായിരുന്നു അവർ സേവനം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പിന്നെ ബെന്യാമീൻ്റെ എഴുത്തിൻ്റെ ശൈലി വെച്ചിട്ട് ഇത് യഥാർത്ഥത്തിലുള്ളതാണോ അതോ ഭാവനയാണോ എന്നറിയാത്ത രീതിയിലാണ് അവർ നിർത്തിയിരിക്കുന്നത്. മറിയാമ്മ എന്ന് പറയുന്ന ആ സ്ത്രീയാണ് കേരളത്തിൽ നിന്ന് കടൽ കടന്ന് മധ്യ തിരുവിതാംകൂറിൽ നിന്ന് പോയിട്ടുള്ള ആദ്യത്തെ നേഴ്സ്. അപ്പോൾ ഈ നേഴ്സുമാരുടെ ജീവിതം എന്ന് പറയുന്നത് ഒരിക്കലും അധികം രേഖപ്പെടുത്താത്ത ഒന്നാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്നതിൽ പലരും മെഡിക്കൽ പ്രൊഫഷനിലുള്ളവരുണ്ടാവാം. അപ്പോൾ ഇതൊന്നും രേഖപ്പെടുത്താത്ത കാര്യങ്ങളാണ്. പക്ഷെ അവരെന്താണ് കേരളത്തിലെ സമൂഹത്തിന് കൊണ്ട് ചെയ്തത്? അവരവിടെ പോയി കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ തന്നെ മാറ്റി, അല്ലേ? അവിടെ പോയി ബന്ധുക്കളെ, അവിടെ ജോലി ചെയ്ത് പണമുണ്ടാക്കി നാട്ടിലേക്ക് അയക്കുന്നു. ഇവിടുത്തെ സാമ്പത്തിക വീട്, മറ്റ് വിദ്യാഭ്യാസം, പല കാര്യങ്ങൾക്കും സഹായിക്കുന്നു. പിന്നെ ഇവിടുന്ന് പലരെയും അങ്ങോട്ടേക്ക് കൊണ്ടുപോയി. അപ്പം നമുക്കറിയാം, ലോകത്തിൻ്റെ ഏത് മൂലയിലെത്തിയാലും ഒരു ഹോസ്പിറ്റലൊരു നേഴ്സ് ഉണ്ടാവും, എങ്ങനെയെങ്കിലും കാണും. അപ്പം ആ രീതിയിലൊരു സഞ്ചാര സ്വാതന്ത്ര്യം, അല്ലേ, ജോലിയുടെ ഒരു വലിയൊരു തുറവി കൊടുത്തത് ഈ മറിയാമ്മ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആദ്യത്തെ കടൽ കടന്ന നേഴ്സാണ്. അപ്പോൾ ഇന്നത്തെ പല കാര്യങ്ങളും നമ്മൾ രേഖപ്പെടുത്തുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച് വന്നപ്പോൾ എൻ്റെ അമ്മയുടെ അമ്മ, അതായത് എൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ, ഞങ്ങൾ വലിയ എന്നാണ് വിളിക്കുന്നത്, ആ അമ്മച്ചിയെ പറ്റി, അമ്മച്ചി കണ്ടമ വർഗീസും ഏകദേശം ഒരേ പ്രായത്തിലുണ്ടായിരുന്നു. അമ്മച്ചി 1905 ജനിച്ച് 1994 അമ്മച്ചി മരിച്ചത്. 89 വയസ്സുണ്ടായിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഈ പറഞ്ഞ ഞാനന്ന് സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് എനിക്ക് അമ്മച്ചിയോട് കൂടുതൽ ഇൻട്രാക്ഷൻ ഉണ്ടായിട്ടുള്ളത്. ലോകമഹായുദ്ധ കാലത്തെ കഥകൾ അമ്മച്ചി പറഞ്ഞിട്ടുണ്ട്. പിന്നെ അമ്മച്ചി അന്നത്തെ കഷ്ടപ്പാട്, ദുരിതങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അമ്മച്ചിയുടെ 35-ാം വയസ്സിലാണ് അമ്മച്ചിയുടെ ഭർത്താവ് അപ്പച്ചൻ മരിക്കുന്നത്. അപ്പോൾ അമ്മച്ചിയുടെ ഏറ്റവും ചെറിയ മകൾക്ക് 1.5 വയസ്സും ഏറ്റവും മൂത്ത മകന് 14 വയസ്സുമാണ്. അങ്ങനെ 5 മക്കളാണുള്ളത്, 3 ആണും 2 പെണ്ണും. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, എങ്ങനെയായിരിക്കും അമ്മച്ചി ഒരു സ്കൂൾ അധ്യാപികയായിരുന്നു, എങ്ങനെയായിരിക്കും അമ്മച്ചി ആ കാലത്ത് ഈ 5 മക്കളെയും വളർത്തിയത്, 1.5 വയസ്സ് മുതൽ 14 വയസ്സ് വരെ. അപ്പോൾ നമ്മളുടെയൊക്കെ വീടുകളിൽ, നമ്മുടെയൊക്കെ കുടുംബത്തിൽ ഇങ്ങനെ കാണപ്പെടാത്ത, രേഖപ്പെടാത്ത ഒരുപാട് അതിജീവനങ്ങളുണ്ട്, ഒരുപാട് ധീരതയുടെ കഥകൾ പറയുന്ന
സ്ത്രീകളുണ്ട്. നമ്മൾ കാണ്ടമ്മ വർഗീസ് എൻ്റെ ആലോചനയിൽ നമ്മൾ ഒരുപക്ഷെ നമ്മൾ എത്തേണ്ടത് നമ്മുടെയൊക്കെ തായ് വേരുകളിലാണ്, നമ്മുടെയൊക്കെ റൂട്ട്സിലാണ്, നമ്മുടെയൊക്കെ വേരുകളിലാണ്. അപ്പോൾ നമ്മളൊക്കെ ഇവിടെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ, ഞങ്ങൾ കഴിഞ്ഞ ഒരു ശില്പശാലയിൽ പറയാണ്, നമ്മളൊക്കെ ഇവിടെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സാരി ഉടുത്ത് അല്ലെങ്കിൽ ചുരിദാറിട്ട് ഇതുപോലെ ഒരു പള്ളിയുടെ ഒരു അന്തരീക്ഷത്തിൽ ഇരിക്കണമെന്നുണ്ടെങ്കിൽ അതിന് പുറകിൽ പ്രവർത്തിച്ച ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവരെ നമ്മൾ എന്തിനാണ് ഓർക്കുന്നത്? ഇപ്പോൾ നമ്മൾ ചെറിയ കുട്ടികളെടുത്ത് സംസാരിക്കുമ്പോൾ നിങ്ങളെന്താ ഈ പറയുന്നത്, ഇതിലൊക്കെ ഇപ്പോൾ എന്താ, ഇതൊക്കെ ഓൾറെഡി ഉള്ളതല്ലേ, ഇതിലൊക്കെ പ്രത്യേകിച്ചൊന്നും ആലോചിക്കേണ്ട. എന്തുകൊണ്ടാണ് നമ്മൾ ചരിത്രം അന്വേഷിക്കേണ്ടത്? എന്തിനാണ് നമ്മൾ ചരിത്രത്തെ എല്ലാ വർഷവും റെഗുലറായിട്ട് ഓർക്കേണ്ടത്? അപ്പോൾ എൻ്റെ അമ്മച്ചിയുടെ പേര് ശോശാമ്മ ഫിലിപ്പ് എന്നാണ്. അപ്പോൾ ഞാൻ കാണ്ടമ്മയും മറിയാമ്മയും ശോശാമ്മയും 3 ഡിഫറെൻറ്റ് സെക്ഷനിലായിട്ട് പറഞ്ഞത് തന്നെ എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ പറയുന്ന അല്ലേ, ഒരു സ്ത്രീ എന്ന രീതിയിൽ, ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന രീതിയിൽ കാണ്ടമ്മ ഒരുപാട് സ്പാർക്ക് നമുക്കുണ്ടാക്കുന്ന ഒരാളാണ്. നമ്മളത് കാണാൻ, കണ്ണു തുറന്ന് കാണാൻ, അതിനെ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, യുനെസ്കോ എന്ന് പറയുന്ന സംഘടന കണ്ടെത്തിയിരിക്കുന്നത് ഒരു വലിയ ജെൻഡർ ഗ്യാപ്പ് നിലനിൽക്കുന്നുണ്ടെന്നാണ്. അതായത് പല രാജ്യങ്ങളിലും സ്ത്രീകൾ ജോലി ചെയ്യുന്നില്ല. എന്നുവെച്ചാൽ അടുക്കളയിൽ ജോലി ചെയ്യുന്നുണ്ട്, പക്ഷെ ഔദ്യോഗിക ജീവിതം നയിക്കുന്നില്ല. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? രാഷ്ട്രത്തിൻ്റെ പുനർനിർമ്മിതിയിൽ അല്ലേ, ഒരു ഫോർമലി നമുക്കൊരു രാജ്യത്തെ പുനഃസൃഷ്ടിക്കുന്നതിൽ, അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റിൽ സ്ത്രീകൾ പങ്കുവഹിക്കുന്നില്ല. അപ്പോൾ ഈ ജെൻഡർ ഗ്യാപ്പ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് ഇന്ത്യയിൽ. പക്ഷേ സ്ത്രീകളാണ് അഭ്യസ്ത വിദ്യരായിട്ട് ഏറ്റവും കൂടുതലുള്ളത്. ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രോജക്റ്റ് ഉണ്ട്, ബാക്ക് ടു കരിയർ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പല സ്റ്റുഡൻസിനെയും പല വീടുകളിൽ അറിയിച്ചപ്പോൾ വിട്ടപ്പോൾ നമ്മൾ കണ്ടത് MTech, MSc, PhD, MPhil ഉള്ള വീട്ടമ്മമാർ വിവാഹത്തിന് ശേഷം അവരിവിടെ വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ ഇവരിവിടെ പോയി ഇവരെ തിരിച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുക. അപ്പോൾ കുറേ പേരൊക്കെ അപ്പോൾ പറഞ്ഞു അവർക്ക് ഇനി പുതിയ രീതിയിലുള്ള ട്രെയിനിങ് കൊടുക്കണം, സോഫ്റ്റ്വെയർ എല്ലാം പുതിയതായിട്ട് പഠിപ്പിച്ചു കൊടുക്കണം. അവരിൽ സപ്പോസ് ഇപ്പോൾ 10 പേരിൽ 5 പേര് വരാൻ റെഡിയായി. അപ്പോൾ 5 പേരെ ഇവർ പല കമ്പനികളിലായിട്ട് നിയമിച്ചു. പക്ഷേ 1 മാസത്തിനുള്ളിൽ അവർ റിസൈൻ ചെയ്തു. അതെന്തുകൊണ്ടാണ് റിസൈൻ ചെയ്തത്? അപ്പോൾ അതിൻ്റെ ഗവേഷണം നടന്നപ്പോൾ അവർ പറയുന്നത്, ഞങ്ങൾക്ക് ഒരു ജോലിയും കൂടെ ഇനി എടുക്കാൻ വയ്യ. 6 മണിക്ക് എഴുന്നേറ്റ് കുട്ടികളെ സ്കൂളിൽ വിട്ട്, ഭർത്താവിനെ സ്കൂളിൽ വിട്ട്, വീട്ടിലെ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്ത് പ്രായമായ അപ്പനെ അമ്മയെ എല്ലാം നോക്കിയിട്ടുണ്ടായിരുന്ന ഞാൻ ഇപ്പോൾ 4 മണിക്ക് എണീക്കണം. ഇതേ ജോലികൾ എല്ലാം ചെയ്തിട്ട് എനിക്ക് ഔദ്യോഗിക ജീവിതത്തിന് പോകണം. എന്തിന്? ഇതിൻ്റെ ആവശ്യമുണ്ടോ? അപ്പോൾ എന്ത് സാമൂഹിക പിന്തുണയാണ് നമുക്ക് ലഭിക്കുന്നത്? എങ്ങനെയാണ് നമുക്ക് ഈ ഒരു സാമൂഹിക പിന്തുണ ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നത്? അപ്പോൾ കാണ്ടമ്മ വർഗീസ് എന്താ പറയുന്നത്? ഇറ്റ്സ് ഓൾ ഒരു തീരുമാനത്തിലാണ്. അപ്പോൾ ഫ്രാങ്കിൾ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആദ്യം ചോദിക്കേണ്ടത് എന്തുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നതെന്നുള്ളതാണ്. അല്ലാതെ അയ്യോ ഞാൻ എങ്ങനെ ചെയ്യും, എങ്ങനെ അങ്ങോട്ട് പോവും, എങ്ങനെ നോക്കും എന്നല്ല. എന്തുകൊണ്ട് എന്നുള്ളതിന് നിങ്ങൾക്ക് അർത്ഥമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ എങ്ങനെകൾക്കും ഉത്തരമുണ്ടാവും. നിങ്ങൾ എന്തുകൊണ്ട് ഇത് ചെയ്യണം? കാണ്ടമ്മ എന്താ പറയുന്നത്? എന്തുകൊണ്ടാണ് ഞാനിത് ചെയ്യേണ്ടത്? കാരണം എന്താണ് രാജാവിനോട് കാണ്ടമ്മ പറഞ്ഞത്? ഹായ്, ഹലോ, ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. ഇത് പറയാനാണ് പുള്ളിക്കാരി തിരുവനന്തപുരം വരെ വണ്ടി പിടിച്ചോ നടന്നോ പോയത്. ആ വിശ്വാസത്തിൻ്റെ ആർജവത്വം നോക്ക്, അതിൻ്റെ ഒരു തീക്ഷ്ണത നോക്ക്. ഇതിനു വേണ്ടി മാത്രമാണ് അവർ പോയത്. അപ്പം ഇങ്ങനെയൊരു കാര്യത്തിന് ഇപ്പം നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമുക്ക് വേണ്ടത് എന്താണ്? തീരുമാനമാണ്. ആ തീരുമാനം നിങ്ങൾക്ക് അർത്ഥം തരുന്നുണ്ടോ എന്ന് ആലോചിക്കലാണ്. അപ്പോൾ ഞാൻ ഇപ്പം ശോശാമ്മയുടെയും മറിയാമ്മയുടെയും കാണ്ടമ്മയുടെയും കാര്യം ഒരുമിച്ച് പറയുകയായിരുന്നു. ഇപ്പോൾ എനിക്ക് അധികം അതിനെപ്പറ്റി സംസാരിക്കാനില്ല. ഇനി ഈ പറഞ്ഞ കാര്യങ്ങളെ കുറച്ചും കൂടെ നമ്മുടെ ഒരു സാമൂഹ്യ പശ്ചാത്തലത്തിൽ കൊണ്ടുവരുമ്പോൾ ഒരു ലഹരി എന്ന് പറയുന്ന ഒരു കാര്യം കാണ്ടമ്മ വർഗീസിൻ്റെ ജീവിതത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല, ലഹരിക്കെതിരായിട്ട് ശ്രദ്ധിച്ചിരുന്നല്ലോ അല്ലേ? ആരോ ഒരാൾ പുകവലി നിർത്തിയിട്ട് പണം സുവിശേഷ പ്രവർത്തനത്തിന് കൊടുത്തെന്ന് പറഞ്ഞു. ഇപ്പോൾ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്, നമ്മുടെ സൺഡേ സ്കൂളുകളിൽ
അല്ലെങ്കിൽ നമ്മുടെ യുവജന സഖ്യങ്ങൾ, ഈ 2 സംഘടനകൾ നമുക്കെടുക്കാം. എത്രമാത്രം നമ്മുടെ സമൂഹത്തിൽ ഇപ്പം നടക്കുന്ന കാര്യങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. എൻ്റെ 2 മക്കളും സൺഡേ സ്കൂളിൽ പോകുമ്പോൾ അവർ പറയുന്നത് ഈ പഠിക്കുന്നതും ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്നതായിട്ട് ബന്ധമില്ല, അല്ലെങ്കിൽ ഇത് മറ്റൊരു സ്കൂൾ പഠനം പോലെ ആവുകയാണ്. ക്വാർട്ടർലി എക്സാമിനേഷൻ, ഹാഫ് ഇയർലി എക്സാമിനേഷൻ, മനപ്പാഠവാക്യം കാണാതെ പഠിക്കൽ. ഞാൻ എപ്പോഴും ആലോചിക്കുക, ഇവരെ ഒരു ദിവസം ഒരു ഫീൽഡ് വർക്കിന് സൺഡേ സ്കൂളിൽ നിന്ന് കൊണ്ടുപോകാൻ പറ്റുമോ? മാസത്തിലൊരിക്കൽ ഒരു അനാഥാലയത്തിൽ, അല്ലെങ്കിൽ ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളുടെ ഒരു സ്ഥലത്ത്, ഒരു ഓർഫനേജിൽ, കാരണം ഒരു വൃദ്ധസാധനത്തിൽ. കാരണം മിക്ക കുട്ടികളും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഗ്രാൻഡ് പേരൻസിൻ്റെ കൂടെ അല്ല വളരുന്നത്, വല്ലപ്പോഴുമാണ് അവരവരെ കാണുന്നത്. അപ്പോൾ ഈ ഒരു ഏജ് എന്ന് പറയുന്നത് ഇവർക്ക് അന്യമാണ്. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കൊരു നവോത്ഥാനം ഉണ്ടാവണം. മുമ്പ് കാണ്ടമ്മയുടെ ലൈഫിൽ ഉണ്ടായിരുന്ന നവോത്ഥാനത്തെക്കാളും എന്തുകൊണ്ടും ഉചിതമായൊരു സമയമാണ്. നമുക്ക് വണ്ടികളില്ലേ, നമുക്ക് ധാരാളം വണ്ടികളുണ്ട് യാത്ര ചെയ്യാൻ, നമുക്ക് വിദ്യാഭ്യാസമുണ്ട്, നമുക്ക് ടെക്നോളജി ഉണ്ട്, അല്ലേ? ഇതിപ്പോൾ ലൈവായിട്ട് തന്നെ പല സ്ഥലങ്ങളിൽ സംപ്രേഷണം ചെയ്ത് റെക്കോർഡ് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് തന്നെയല്ല, സഭ അല്ലെങ്കിൽ പള്ളി അല്ലെങ്കിൽ പല തരത്തിലുള്ള സഭകൾ, ക്രിസ്ത്യാനികൾ, അവർക്കൊക്കെ വലിയ സ്പേസ് ഉണ്ട്, വലിയ പോപ്പുലാരിറ്റി ഉള്ളൊരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്തിൻ്റെ ചലഞ്ചസിനെ, നമ്മുടെ കുട്ടികളുടെ ചലഞ്ചസിനെ, നമ്മുടെ യൂത്തിൻ്റെ ചലഞ്ചസിനെ നമുക്കറിയാമല്ലോ. പത്രം തുറന്ന് നോക്കുമ്പം ഫ്രണ്ട് പേജിൽ തന്നെ എപ്പോഴും, അല്ലേ, ക്രൈം റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അപകടം റിലേറ്റഡ് ആയിട്ടുള്ള വാർത്തകളാണ് കാണുന്നത്. ലഹരി ഉപയോഗങ്ങൾ, അല്ലെങ്കിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മൈഗ്രേഷൻ എന്നുള്ളതാണ്, കുടിയേറ്റം. നമ്മുടെ കുട്ടികൾക്ക് ആർക്കും ഇവിടെ നിൽക്കാൻ ഇഷ്ടമല്ല. നമ്മുടെ മുമ്പ് പറയാറുതല്ലേ, ഞങ്ങളുടെ അങ്കിളിൻ്റെ ആൻറ്റിയുടെ അവിടെ വീട്ടിലൊരാൾ ഓസ്ട്രേലിയയിൽ പോയിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടല്ലേ. ഇപ്പം ഗൾഫൊന്നും പോരാ, നമ്മൾ മറ്റു പല സ്കാൻഡിനേവിയൻ കൺട്രീസ്, ഓസ്ട്രേലിയൻ, യൂറോപ്യൻ, അമേരിക്കൻ കൺട്രീസിലോട്ട് പോകുക. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമൂഹത്തിലും സ്റ്റേ ബാക്ക് ചെയ്യാൻ പറ്റാത്തത്? എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് കേരളം ബോറായി മാറുന്നത്? അപ്പോൾ ഇതൊക്കെ ചോദ്യങ്ങളല്ലേ? എനിക്ക് തോന്നുന്നത് ഇത് മുമ്പ് കണ്ടമ്മ വർഗീസ് അഭിമുഖീകരിച്ച അതേ അപ്രോച്ചിനേക്കാളും കുറച്ചും കൂടെ കളക്റ്റീവായിട്ട്, കുറച്ചും കൂടെ ഊർജിതമായിട്ട്, പ്ലാൻഡ് ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ്. കാണ്ടമ്മ വർഗീസ് നടന്നതുപോലെ നടന്ന് നമുക്ക് പ്രസംഗിച്ച് നടക്കാൻ പറ്റില്ല. നമ്മൾ ഈ കുട്ടികളോട് സംവദിക്കാൻ, അല്ലെങ്കിൽ യുവതലമുറയോട് സംവദിക്കാൻ, സ്ത്രീകളോട് സംവദിക്കാൻ. സ്ത്രീകൾ നേരിടുന്ന മാനസിക പ്രശ്നങ്ങൾ കൂടി വരികയാണ്. വിഷാദ രോഗം എന്ന് പറയുന്നത് വളരെ കൂടുതലായിട്ട് വരികയാണ്. ഉറക്കം നഷ്ടപ്പെട്ട എത്രയോ സ്ത്രീകളുണ്ട്. എനിക്കറിയാം, പല ആൻറ്റിമാരും ഉറക്കം തൂങ്ങുന്നുണ്ട്. വന്നപ്പം തൊട്ട് ഉറക്കം തൂങ്ങും. മാർഗം കളിക്ക് എല്ലാവരും ഒന്ന് എണീറ്റു. തിരുമേനി കാണുമല്ലോ എന്ന് വിചാരിച്ച് ചിലരൊക്കെ കണ്ണ് തിരുമ്മി നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഉറക്കത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്, പലതരത്തിലുള്ള ആങ്സൈറ്റീസ് ഉണ്ട്. അപ്പം ഇതൊക്കെ എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് മാത്രമായി സംഭവിക്കുന്നത്? ഇതൊന്നും നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട കാര്യങ്ങളല്ലേ? അപ്പം നമ്മൾ പത്രത്തിൽ ഒരുപാട് വാർത്തകൾ വായിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ചാനലുകളിൽ കാണുന്നു. പക്ഷെ നമ്മൾ പള്ളിയിൽ വരുമ്പോൾ, അല്ലെ സേവ്യ സംഘത്തിൽ വരുമ്പോൾ വേറൊരു അറ്റ്മോസ്ഫിയറാണ്. അതും ഇതും തമ്മിൽ നമുക്ക് ബന്ധമില്ല. അപ്പം അതുകൊണ്ട് തിരുമേനി പറഞ്ഞ കാര്യം ഒന്നും കൂടെ ഞാൻ പറയാണ്. നമ്മൾ എന്തിനാണ് ഈ കാണ്ടമ്മ വർഗീസിനെ കേൾക്കാൻ, മനസ്സിലാക്കാൻ എല്ലാ വർഷവും ഇവിടെ വരുന്നത്? അപ്പോൾ ഇതെല്ലാം ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ്. മേ ബി ഈ ഡോക്യുമെൻ്ററി അവർ ലൈവായിട്ട് കൊടുക്കും. ഇതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കണ്ടേ? നമ്മൾ എങ്ങനെയാണ് ഇവരുടെ ജീവിതത്തെ, ഇവരുടെ വാല്യൂസിനെ ഇന്നത്തെ തലമുറയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുക, അതിനെ അവിടുന്ന് ഇങ്ങോട്ടേക്ക് മാറ്റാൻ പറ്റുക? നമുക്കറിയാമല്ലോ, നമ്മുടെ വീടുകളിലുള്ള കുട്ടികളുടെ കമ്മ്യൂണിക്കേഷൻ, അവരുടെ പല ഭാഷകളും നമുക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ മനസ്സിലാവോ? നമ്മുടെ ഗ്രാൻഡ് ചിൽഡ്രൻ ആവട്ടെ, മക്കളാവട്ടെ, അല്ലേ, ജെൻസി അല്ലേ എന്ന് പറയുന്നൊരു തലമുറയുണ്ട്. അവരെ നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. എപ്പോഴും കോൺഫ്ലിക്ട്സ് ആണ്. ഇപ്പോൾ ഒരു ദിവസം എന്തോ പറഞ്ഞ സമയത്ത് എൻ്റെ മക്കൾ പറയായിരുന്നു, അമ്മ ഒരു ബൂമറാണ് കേട്ടോ, അമ്മ ഈ 90കളിലെ അമ്മമാരെ പോലെ സംസാരിക്കില്ലെന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ 90ലെ അമ്മയല്ല, ആക്ച്വലി ഞാൻ കുറച്ചും കൂടെ മുമ്പാണ് ജനിച്ചത്. എന്താണ് ഈ ബൂമർ? ആദ്യമായിട്ട് അപ്പം ഞാൻ ഒരു ബബിൾ ഗം ബൂമർ ഉണ്ടല്ലോ, അപ്പം ഇത് മാത്രമേ എനിക്ക് അറിയില്ലായിരുന്നു. അപ്പം നമ്മൾ ഉടനെ എന്ത് ചെയ്യും? ഗൂഗിൾ ചെയ്യും. അപ്പം അങ്ങനെയാണ് ജനറേഷൻ ബൂമർ എന്നുള്ള ഒരു ജനറേഷൻ ഉണ്ടെന്ന് കണ്ടെത്തുകയും അവരുടെ പ്രായം എൻ്റെ പ്രായമല്ല,
65-75 പ്രായമാണ്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ പറയുമ്പം ടെക്നിക്കലി കറക്റ്റായിട്ട് പറയണം. ഞാൻ ബൂമറല്ല, ഞാൻ അതിനും താഴെ. പക്ഷേ സോഷ്യൽ മീഡിയയുടെ വരവോടെ അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് ഇല്ലാത്ത സംസാരങ്ങളുടെ ഇടയിൽ കമ്മ്യൂണിക്കേഷൻ പ്രശ്നമാവുന്ന സമയത്ത് നമ്മൾ ഇതിനെയൊക്കെ അഡ്രസ്സ് ചെയ്യേണ്ടതില്ലേ? നമ്മുടെ യൂത്ത് എന്ന് പറയുന്നത് പള്ളിയിൽ അച്ഛൻ നിർബന്ധിച്ച് വരുത്തുന്ന കൂടിപ്പോയ 10 പേർ 15 പേർ, ചില പള്ളികൾ ഒരു പക്ഷേ 20-30 പേര് കാണാം, അത്രയും മാത്രമേ ഉള്ളൂ. നമ്മുടെ നാടുകളിലുള്ളത് യൂത്തല്ലേ? അപ്പോൾ നമ്മുടെ നാട്ടിൽ കടുത്ത ലഹരി പ്രശ്നങ്ങൾ നടക്കുമ്പോൾ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? നമ്മളെ ബാധിക്കുന്ന പ്രശ്നങ്ങളല്ലേ? മറ്റൊന്നാണ് ആത്മഹത്യകൾ, സ്ത്രീധന മരണങ്ങൾ. ഇപ്പോൾ ക്യൂർ കമ്മ്യൂണിറ്റി, ഞാൻ ട്രാൻസ്ജെൻഡറിൻ്റെ ഇടയിൽ കുറേ നാൾ വർക്ക് ചെയ്യും, ഇപ്പോഴും അവരുടെ കമ്മ്യൂണിറ്റിയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഒരുപാട് ക്യൂർ ആത്മഹത്യകൾ എന്ന് പറയുന്നത് ആത്മഹത്യകളല്ല, അത് കൊലപാതകങ്ങളാണെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം സമൂഹം അവർക്കൊരു സാഹചര്യവും സ്പേസും കൊടുക്കാത്തത് കൊണ്ട് അവർക്ക് മരിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ നമുക്ക് അഡ്രസ്സ് ചെയ്യേണ്ടത്. യുദ്ധം നടക്കുന്നു, അതിനെപ്പറ്റി നമുക്ക് എന്താ പറയാനുള്ളത്? ഇപ്പോൾ നമ്മളിപ്പോൾ തിരുമേനി പറഞ്ഞ പോലെ എല്ലാം മേ 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 എന്നുള്ള രീതിയിൽ നമ്മൾ എന്നും രാവിലെ എഴുന്നേറ്റ് അല്ലേ ഒരു നല്ല പ്രഭാതം കണ്ടതിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, ജസ്റ്റ് ഒരു ഗാസ എന്നൊന്ന് യൂട്യൂബിൽ കൊടുത്താൽ മതി, അവിടെ എന്ത് പ്രഭാതമാണ് ഉള്ളത് അല്ലേ? അവിടെ ഒരു പ്രഭാതമുണ്ടോ നമുക്കറിയില്ല. പക്ഷെ നമ്മൾ എല്ലാ വർഷവും ക്രിസ്മസ്, ഈസ്റ്റർ ഇങ്ങനെ ആഘോഷിച്ചു കൊണ്ടേ ഇരിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് കാലികമായിട്ട് പ്രസക്തമായിട്ട് കാണ്ടമ്മ വർഗീസിനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുക? ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. കഥകൾ ഇഷ്ടമാണല്ലോ അല്ലേ? ഞാനീ പറഞ്ഞതൊക്കെ മറന്നുപോയാലും ഈ കഥ മറക്കരുത്. പണ്ട് ഒരു നാട്ടിൽ ഒരു സൂഫി സ്ത്രീ ഉണ്ടായിരുന്നു. സൂഫി അറിയാലോ? സൂഫി സ്ത്രീ വളരെ ബൗദ്ധികമായ നിലയിൽ ഉയർന്ന ഒരു സ്ത്രീയാണ്. അവരൊരു ചെറിയ കുടിലിൽ ഒറ്റയ്ക്കായിരുന്നു താമസം. അവരുടെ പേര് റാബിയ ബസ്രിയ. പേര് മറക്കരുത്. ഈ കഥ പലതരത്തിൽ പ്രചരിക്കുന്നുണ്ട്, പക്ഷെ ഇത് ഇവരുടെ കഥയാണ്. ഒരു ദിവസം റാബിയ ഏകദേശം വൈകുന്നേരമായപ്പോൾ, സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് അവരുടെ കുടിലിൻ്റെ മുമ്പിൽ എന്തോ തിരയുന്നുണ്ടായിരുന്നു. അവരവിടുത്തെ അറിയപ്പെടുന്ന ഒരാളായതുകൊണ്ട് തന്നെ അവിടുത്തെ ഗ്രാമവാസികളോടി വന്ന് റാബിയോട് ചോദിച്ചു, നിങ്ങൾ എന്താ തിരയുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ റാബിയ പറഞ്ഞു, എൻ്റെ ഒരു സൂചി കാണാതെ പോയി കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ സൂര്യൻ അസ്തമിക്കാൻ പോവാണല്ലോ, പഴയ കാലമാണ്, തെരുവിളക്കുകളൊന്നുമില്ല, പിന്നെ പിറ്റേ ദിവസം ആയാലേ തിരയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവരെന്ത് ചെയ്തു? റാബിയെ സഹായിക്കാനായിട്ട് അവരെല്ലാവരും കൂടെ സൂചി തുറയാൻ തുടങ്ങി. കുറേ കഴിഞ്ഞിട്ടും കാണാതായി. ആയപ്പോഴേക്കും ഗ്രാമവാസികൾ നിവൃത്തിയില്ലാതെ ചോദിച്ചു, ഇരിക്കട്ടെ റാബിയ, എവിടെയാണ് നിങ്ങളുടെ സൂചി നഷ്ടപ്പെട്ടത്? അപ്പോൾ റാബിയ പറഞ്ഞു, സൂചി നഷ്ടപ്പെട്ടത് എൻ്റെ വീട്ടിൻ്റെ ഉള്ളിലാണ്. വീട്ടിൻ്റെ ഉള്ളിൽ വെളിച്ചമില്ലാത്തത് കൊണ്ടാണ് ഞാൻ പുറത്ത് തിരയുന്നത്. ഗ്രാമവാസികൾ, ഇവർക്കെന്താ വട്ടാണോ അല്ലേ? ഇവർക്ക് എന്തു പറ്റി? ഇവർ പിരിഞ്ഞുപോയി. റാബിയ അവരെ തിരിച്ചു വിളിച്ചു. ഇത് നിങ്ങളോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഞാനിങ്ങനെ ചെയ്തത്. നിങ്ങളെല്ലാവരും ഇതുപോലെയാണ്. നമ്മളുടെ ഉള്ളിൽ എന്തോ നഷ്ടപ്പെട്ടിട്ടുണ്ട്. വി ലോസ്റ്റ് സംതിങ് ഇൻസൈഡ്. വീടെന്ന് പറയുന്ന അവരതിനെ ഒരു മനസ്സായിട്ടാണ് കരുതിയത്. നമ്മുടെ ഉള്ളിൽ എന്തോ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ നഷ്ടപ്പെട്ടതിനെ നമ്മൾ എവിടെയാണ് തിരയുന്നത്? പല സ്ഥലങ്ങളിലാണ് അല്ലേ? ഒരുപക്ഷെ പല പ്രസ്ഥാനങ്ങളിലായിരിക്കാം, പല ഇടങ്ങളിലായിരിക്കാം, പല വ്യക്തികളിലായിരിക്കാം, ലഹരിയിലായിരിക്കാം, പല കാര്യങ്ങളിലായിരിക്കാം. പക്ഷേ നിങ്ങളുടെ നഷ്ടപ്പെട്ടത് എന്താണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? അതൊരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അർത്ഥമായിരിക്കാം, അല്ലെ ആ ഒരു സന്തോഷമായിരിക്കാം, സമാധാനമായിരിക്കാം. അതിനെ നഷ്ടപ്പെട്ട ഇടത്തു പോയി നിങ്ങൾ തിരയണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്കത് സാധിക്കുള്ളൂ. അതായത് ദുഃഖത്തിൻ്റെ പ്രഭവം എന്ന് വെച്ചാൽ അതിൻ്റെ ഒറിജിൻ, അതിൻ്റെ തുടക്കം എവിടെയായിരുന്നു എന്നുള്ളത് അന്വേഷിക്കുന്നതിന് പകരം അതിൻ്റെ സമാധാനം, അതിൻ്റെ പരിഹാരത്തിന് വേണ്ടി ചുറ്റും നടക്കുന്നതിൽ അർത്ഥമില്ല എന്നാണ് റാബിയ അവരോട് പറഞ്ഞത്. അപ്പോൾ ഇതും നമ്മൾ മുമ്പ് പറഞ്ഞ പോലെയുള്ള കാര്യങ്ങളുമായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് വെക്കാവുന്നതാണ്. പിന്നെ രണ്ടാമത്തെ ഒരു കഥ എന്ന് പറയുന്നത് ചാൾസ് എം ഷൂൾസ് എന്ന് പറയുന്ന ഒരു വളരെ പ്രശസ്തനായൊരു കോമിക്കൊക്കെ എഴുതുന്ന ഒരു കഥാകാരനാണ്, ഒരു അമേരിക്കൻ കഥാകാരനാണ്. അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായ 2 ക്യാരക്ടേഴ്സാണ് സ്നൂപ്പിയും ചാൾസ് ബ്രൗൺ ആണെന്ന് തോന്നുന്നു. ഇവർ 2 ഫ്രണ്ട്സാണ്. ഒരു കുട്ടിയും ഒരു പട്ടിയും. അവർ പെറ്റ്സാണ്. പെറ്റും അതിൻ്റെ ഓണർ കുട്ടിയാണ്. അപ്പം ഇവരുടെ പല കോൺവെർസേഷൻസ് ഉണ്ട്. അതിൽ ഒരു ദിവസം സ്നൂപ്പി ചാർലി ബ്രൗൺ സ്നൂപ്പിയോട് പറയാണ്,
സം ഡേ വി വിൽ ഓൾ ഡൈ സ്നൂപ്പി എന്ന് ചോദിക്കുക. ഒരു ദിവസം നമ്മൾ എല്ലാവരും മരിക്കും അല്ലേ സ്നൂപ്പി എന്ന് ചോദിക്കും. അപ്പോൾ ഈ പട്ടി, സ്നൂപ്പി എന്ന് പറയുന്ന പട്ടി മറുപടി പറയുകയാണ്, ശരിയാണ്, പക്ഷേ മറ്റെല്ലാ ദിവസങ്ങളിലും നമ്മൾ മരിക്കില്ല. ഒരു ദിവസമേ നമ്മൾ പറയല്ലേ, ഒരു ദിവസം നമ്മൾ മരിക്കും, പക്ഷെ മറ്റെല്ലാ ദിവസങ്ങളിലും നമ്മൾ ജീവിക്കാനുള്ളവരാണ്, നമ്മൾ മരിക്കാനുള്ളവരല്ല. മറ്റൊരു കോൺവെർസേഷൻ ഇവർ തമ്മിലുള്ളത്, സ്നൂപ്പിയോട് ചാർലി ബ്രൗൺ പറയാണ്, നമ്മൾ ഒരിക്കലേ ജീവിക്കൂ അല്ലേ എന്ന് സ്നൂപ്പിയോട് ചോദിക്കുന്നു. അപ്പോൾ സ്നൂപ്പി എന്ന പട്ടി മറുപടി പറയുകയാണ്, അത് തെറ്റാണ്, നമ്മൾ ഒരിക്കലേ മരിക്കുള്ളൂ, ബാക്കി എല്ലാ ദിവസങ്ങളിലും നമ്മൾ ജീവിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നതിന് മുമ്പ് ഒന്ന് കൺക്ലൂഡ് ചെയ്തോട്ടെ. അതായത് കാണ്ടമ്മ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നമ്മൾ സ്ത്രീ എന്ന രീതിയിൽ കണ്ടു, പിന്നെ ഒരു സോഷ്യൽ റിഫോമർ എന്നുള്ള രീതിയിൽ കാണാൻ സാധിച്ചു. അതുപോലെ നമ്മുടെ വീടുകളിലെ സ്ത്രീകളിലോട്ടൊന്ന് തിരിഞ്ഞു നോക്കുക, അവരുടെ രേഖപ്പെടാത്ത ചരിത്രത്തെ കാണാൻ കഴിയുമോ എന്ന് നമുക്കൊന്ന് നോക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ചരിത്രത്തിലും സാഹിത്യത്തിലും അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലും ഒക്കെയുള്ള സ്ത്രീകളെ നമുക്ക് കുറച്ചും കൂടെ ഒരു ദയയോടെ, മനസ്സിലാക്കലോടെ, അല്ലെങ്കിൽ വലിയൊരു വിശാലമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടോ? അതേപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാണ്ടമ്മ വർഗീസിലൂടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, നമുക്ക് വ്യക്തിപരമായ അർത്ഥം എങ്ങനെയാണ് ഒരു സ്ത്രീ എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എന്ന രീതിയിൽ കണ്ടെത്താൻ കഴിയുന്നതും അതിനനുസരിച്ച് നമുക്ക് സമൂഹത്തിൽ ഇടപെടാൻ കഴിയുന്നതും. താങ്ക് യു.